ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഒരു ചൈനീസ് മർഡർ മിസ്റ്ററി മൂവിയായിട്ട് പുറത്തിറങ്ങിയ വൺസ് അപ്പോൺ എ ടൈം ഇൻ ചൈന എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ക്രൈം ത്രില്ലർ മൂവീസ് കൊണ്ടുവരുമ്പോഴത്തേക്കും നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്താണ്, ഈ കഥയിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആയിട്ട് ഇതിലെ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെയാണ് ഇന്നും നിങ്ങൾക്ക് എല്ലാവർക്കും തല പുകഞ്ഞാലോചിക്കാൻ പറ്റിയ ഒരു മർഡർ മിസ്റ്ററി മൂവിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ തീരുന്നതിന് മുന്നേ തന്നെ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ആരാണെന്ന് മാത്രം കമന്റ് ചെയ്യരുത്, എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മർഡർ മിസ്റ്ററി കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഇതേ ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എങ്ങനെ അധികം താമസിക്കാതെ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് പോയാലോ. ഈ കഥ തുടങ്ങുന്നത് ഒരു രാത്രിയിൽ നല്ല മഴയുള്ള സമയത്താണ്. ഇപ്പൊ കാണിക്കുമ്പോൾ സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണ്, അവളുടെ പിറകെ ഒരു കൊലയാളി. അങ്ങനെ ആ ഒരു പെണ്ണിന്റെ പിറകെ വന്നിട്ട് അവളുടെ തലയിലടിച്ച് അവളുടെ ബോധം പോകുന്നത്. ഇപ്പൊ ആ ഒരു പെണ്ണിനെ വലിച്ചെടുത്ത് ആ സൈക്കോ കൊലയാളിയുടെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് എന്താ ചെയ്യുന്നതെന്നറിയോ, ആ പെൺകുട്ടിയുടെ ദേഹത്ത് ഈ സർജറി ചെയ്യാനായിട്ടുള്ള ഒരു കത്തി ഉപയോഗിച്ചിട്ട് അങ്ങനെ അവളുടെ ശരീരം കീറി മുറിച്ച് അവളുടെ ഉള്ളിൽ നിന്നും അവളുടെ ഹാർട്ട് ഉണ്ടല്ലോ, അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അതേപോലെ തന്നെ പുറത്തേക്ക് എടുക്കുന്നു. അതും ആ ഒരു പെണ്ണ് ജീവനോടെ ഉള്ളപ്പോ. അവളെ മയക്കി കിടത്തിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പക്ഷെ അവൾ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു കാര്യം ചെയ്യുന്ന കൊലയാളി അത് കഴിഞ്ഞെന്താണ്, ഇങ്ങനെ തന്നെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പെണ്ണ് എന്തായാലും ജീവിച്ചിരിക്കില്ലല്ലോ. അങ്ങനെ മരിച്ച ആ ഒരു പെണ്ണിനെ ഒരു പെട്ടിക്കുള്ളിൽ അടച്ചു വെച്ച് അങ്ങനെ ആ ഒരു പെട്ടി കൊണ്ടുവന്നിട്ട് അടുത്തുള്ള ഒരു വലിയ പുഴയിലേക്ക് ഒഴുക്കി വിടുന്നു. ഇതോടെ ഇത് അവസാനിച്ചെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ഒരു പെണ്ണിനെ, അതേപോലെ തന്നെ സുന്ദരിയായിട്ടുള്ള മറ്റൊരു പെണ്ണിനെയും ഈ കൊലയാളി ഫോളോ ചെയ്ത് പോയിട്ട് ആ ഒരു പെണ്ണിനെയും അതേപോലെ തന്നെ പുറകിൽ നിന്ന് അടിച്ച് ആ ഒരു പെണ്ണിനെയും ഇതുപോലെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഒരു കണ്ണ് മാത്രം കാണാൻ കഴിയുന്ന ഒരു കണ്ണിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അവന്റെ വീട്ടിലേക്ക് പോലീസ് പെട്ടെന്ന് കയറി വരുന്നു. ഇവനാണെങ്കിൽ പോലീസിനെ കണ്ടിട്ട് എന്തെങ്കിലും പേടിയുണ്ടോ, അവരെയും പറ്റിച്ചിട്ട് ഇവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വെളിയിലേക്ക് ഓടുന്ന അവന്റെ പിറകെ തന്നെ പോലീസുകാരും പോകുന്നുണ്ട്. അങ്ങനെ ഓടിപ്പോകുമ്പോഴത്തേക്കാണ് ആ ഒരു ഒറ്റക്കണ്ണനുണ്ടല്ലോ, അവന്റെ മുന്നിൽ ഒരു പോലീസുകാരി വന്നിട്ട് അവനെ തടയുന്നു. നേരത്തെ ആ ഒരു പോലീസുകാരോട് കാണിച്ച ഒരു വേലയും എന്തായാലും ഇവളോട് നടക്കത്തില്ല. കാരണം വേറെ ഒന്നല്ല, ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ നല്ലതുപോലെ ഈ ഒരു മാർഷ്യൽ ആർട്സ് എല്ലാം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവന്റെ ഒരു അടവും ഹീറോയിന്റെ മുന്നിൽ നടക്കാൻ പോകുന്നില്ല. അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും ഇപ്പോ നമ്മുടെ ഹീറോയിൻ എങ്ങനെയാണ് ഈ ഒരു നാട്ടിൽ വന്നത്, ഇവൻ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്, ഇതിനുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ഇപ്പോൾ നമുക്ക് കാണിച്ചിരുന്നത്. ഇപ്പോൾ വെളിരാജ്യത്ത് പഠിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഹീറോയിൻ കുറെ നാളുകൾക്ക് ശേഷമാണ് ചൈനയിലേക്ക് വരുന്നത്. അങ്ങനെ ചൈനയിലേക്ക് വരുന്ന ആ ഒരു ദിവസം തന്നെ അവിടെയുള്ള പട്ടണത്തിൽ എന്തോ ഒരു പ്രശ്നം, വേറൊന്നുമല്ല, ഒരാള് തെരുവിൽ മരിച്ചു കിടക്കുന്നു. അയാളുടെ ചുറ്റിനും പോലീസുകാരുണ്ട്. അവരിപ്പോ ഈ ഒരു കേസിനെ പറ്റി പരിശോധിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു പട്ടണത്തിൽ തന്നെ പോലീസ് സ്റ്റേഷനിലെ ഒരു കോൺസ്റ്റബിളും ബാക്കിയുള്ള പോലീസുകാരും ഇതൊരു കൊലപാതകമാണോ അതോ സൂയിസൈഡ് ആണോ എന്നുള്ള കാര്യം ഒരു പരിശോധിക്കുകയാണ്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട ആ ഒരു കോൺസ്റ്റബിൾ ഉണ്ടല്ലോ, അവൻ ഇപ്പൊ അടുത്ത് വന്നിരുന്നിട്ട് ആ ഒരു ബോഡി നല്ലതുപോലെ പരിശോധിച്ച് ഇപ്പോൾ ബാക്കിയുള്ളവരോട് പറയും, ഓക്കെ, വേറെ ഒന്നും ചിന്തിക്കാനില്ല, ഇത് സൂയിസൈഡ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പറഞ്ഞു വിട്ട് ഈ ഒരു കേസ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ വണ്ടിയിൽ അവിടേക്ക് വന്ന് ഇറങ്ങുന്നത്. പക്ഷെ ഇവിടെയാണ് ഒരു കാര്യം, നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഈ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. ഈ കാര്യം ഇവിടെയുള്ള ഒരു പോലീസുകാർക്കും അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇതിന്റെ ഇടയിലേക്ക് വന്നിട്ട് പെട്ടെന്ന് ആ ഒരു ബോഡിയുടെ അടുത്തേക്ക് വന്നിരിക്കും. അപ്പൊ അടുത്തിരിക്കുന്ന പോലീസുകാരി, ഹേയ്, അല്ല നിങ്ങളാരാ, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ ആ ഒരു ബോഡിയുടെ അടുത്തിരുന്ന് നല്ലതുപോലെ പരിശോധിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ആ ഒരു ബോഡി നല്ലതുപോലെ പരിശോധിച്ചിട്ടാണ് ആ ഒരു കോൺസ്റ്റബിളിനോട് പറയുന്നത്, അല്ല നിങ്ങൾ എന്ത് കണ്ടിട്ടാ ഇതൊരു സൂയിസൈഡ് ആണെന്ന് പറഞ്ഞത്, ഇതൊരു കൊലപാതകമാണ് എന്ന് പറയുന്നതും ആ കോൺസ്റ്റബിൾ ചോദിക്കും, അല്ല പെട്ടെന്ന് ഇതിന്റെ ഇടയിലേക്ക് കയറി വന്നിട്ട് ഇതൊരു കൊലപാതകമാണെന്നൊക്കെ പറയാനായിട്ട് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, ദേ അവന്റെ ഡ്രസ്സ് നോക്ക്, അവന്റെ ഡ്രസ്സിങ് സ്റ്റൈല് നോക്ക്, ഇത് പണക്കാർ ഉപയോഗിക്കുന്ന ഡ്രസ്സല്ല, പക്ഷെ പണക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലത്ത് യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ്സാണിത്. അതുപോലെ അവന്റെ കാല് ശ്രദ്ധിച്ച് നോക്ക്, വെരിക്കോസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ ഒരുപാട് നേരം നിൽക്കുന്ന ഒരു ജോലിയാണ്. പിന്നെ ഇവൻ സൂയിസൈഡ് ചെയ്താണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ശരീരം ഒരുപാട് നേരം വെള്ളത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാനായിട്ട് ഒരാൾ വെള്ളത്തിലേക്ക് ചാടിക്കഴിഞ്ഞാൽ ഒരുപാട് നേരം വെള്ളത്തിൽ കിടന്നിട്ട് അയാളുടെ ശരീരത്തിൽ വെള്ളം കയറി ഈ ശരീരം മുഴുവൻ നിറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയാണ് ഈ ശരീരം കാണുന്നത്, ഒരിക്കലും അങ്ങനെയല്ല. അതുകൊണ്ട് ഇവനെ കൊന്നതിന് ശേഷമാണ് വെള്ളത്തിലേക്ക് എടുത്തിട്ടത്. അതുമല്ല, അവൻ മരിക്കുമ്പോൾ അവൻ എവിടെയാണ് ജോലി ചെയ്തിരുന്നത് എന്നറിയാതിരിക്കാൻ വേണ്ടി അവന്റെ ഡ്രസ്സിലെ ടാഗ് വരെ വലിച്ചു കീറിയിട്ടുണ്ട്. ദേ ഇതാണ് അതെന്നും പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇത്രയും ഞാൻ കണ്ടുപിടിച്ചുള്ളൂ, നിങ്ങൾ എന്തെങ്കിലും ബോഡിയിൽ നിന്ന് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കോൺസ്റ്റബിൾ ഒരു റെസിപ്റ്റ് എടുത്ത് ഹീറോയിൻ്റെ കയ്യിൽ കൊടുക്കും. അപ്പൊ ആ ഒരു റെസിപ്റ്റ് വായിച്ചു നോക്കുമ്പോഴത്തേക്കാണ് ഇതൊരു മ്യൂസിയത്തിലെ റെസിപ്റ്റ് ആണ്. അപ്പോൾ ഹീറോയിൻ പറയും, അങ്ങനെയാണെങ്കിൽ ഇവനൊരു മ്യൂസിയത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹീറോയിൻ പറയും, അതെ, ഞാൻ ഈ ഒരു നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഈ മ്യൂസിയത്തെ പറ്റി ഒരു കാര്യം അറിഞ്ഞിരുന്നു, എന്തോ അപൂർവമായിട്ടുള്ളൊരു കാര്യം മ്യൂസിയത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷേ അവർ കൊണ്ടുവന്നതോ ഒരിക്കലും അപൂർവമായിട്ടുള്ള ആ ഒരു ഒറിജിനൽ സാധനമല്ല,
അതിന് പകരം ഫേക്ക് ആയിട്ടുള്ളൊരു കാര്യം കൊണ്ടുവന്നിട്ട് എല്ലാവരെയും പറ്റിക്കാൻ ശ്രമിക്കുമായിരുന്നു. അത് ഒരുപാട് നാളും അവരറിയാതെ തന്നെ ആ ഒരു മ്യൂസിയത്തിൽ വെക്കാൻ ശ്രമിച്ചു. പക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പരിണിത ഫലം എന്താണെന്ന് അവർ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മരിച്ചു കിടക്കുന്ന ഇയാളല്ലേ, അയാള് ആ ഒരു സാധനം ഫേക്ക് ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവാം. അത് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടി അത് കൊണ്ടുവന്നവര് തന്നെ ഇയാളെ കൊന്നതുമായിരിക്കാം. ഇനിയിപ്പോ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു മ്യൂസിയത്തിൽ പോയിട്ടൊന്ന് പരിശോധിച്ച് നോക്ക്. അല്ലാതെ ഒന്നും അന്വേഷിക്കാതെ ഒരു കേസ് പെട്ടെന്ന് ഇതുപോലെ തീർക്കാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നതും അവരെല്ലാവരും വായി തുറന്ന് ഹീറോയിനെ നോക്കാണ്. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് തന്റെ കാറിനടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ഇതേ നാട്ടിൽ തന്നെ നമ്മുടെ ഹീറോയിനെ വൺ സൈഡ് ആയിട്ട് പ്രണയിക്കുന്ന ഒരുത്തനുണ്ട്. അവൻ ഏതായാലും നമുക്ക് ചാൻ എന്ന് വിളിക്കാം. ഇപ്പൊ ചാൻ വന്ന് ഹീറോയിനെ വെൽക്കം ചെയ്ത് അവൾക്ക് പൂക്കളെല്ലാം കൊടുക്കുമ്പോഴത്തേക്കും ഹീറോയിൻ എന്തായാലും അവനെ സ്നേഹിക്കാനോ അവന്റെ കൂടെ കറങ്ങാനോ ഉള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് ഹീറോയിൻ തന്റെ കാറിലേക്ക് കയറി അവിടെ നിന്ന് പോകുന്നതും ആ ഒരു കോൺസ്റ്റബിൾ ഉണ്ടല്ലോ, അയാൾ ഈ ഒരു കേസ് ഇപ്പോ ഹീറോയിൻ പറഞ്ഞത് വെച്ചിട്ട് അയാൾ കണ്ടുപിടിച്ചതുപോലെ തിരിച്ച് സ്റ്റേഷനിലേക്ക് വന്നിട്ട് താനാണ് ഈ ഒരു കേസ് തെളിയിച്ചത് എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുന്ന ഒരു ലേഡി പോലീസുകാരിയുണ്ട്. അവരോട് ഭയങ്കരമായിട്ട് തന്റെ കഥകളൊക്കെ പറയാണ്. ഈ കേസ് അങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ഇങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നെല്ലാം പറഞ്ഞ്. അപ്പോഴാണ് പോലീസ് ചീഫ് എല്ലാവരെയും വിളിച്ചിട്ട് ഓക്കെ, നമ്മുടെ സ്റ്റേഷനിലേക്ക് പുതുതായിട്ട് ഒരാൾ വരുന്നുണ്ട്, ഇനി മുതൽ നിങ്ങളുടെ എല്ലാവരുടെ ഹെഡ് അയാളായിരിക്കും എന്ന് പറയുന്നത്. ഇപ്പൊ കാണിക്കുമ്പോൾ അത് വേറെ ആരുമില്ല, നമ്മുടെ ഹീറോയിനാണ്. ഇത് കണ്ട കോൺസ്റ്റബിളിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ആ ഒരു ഷോക്കിൽ കുറച്ചു നേരം നമ്മുടെ കോൺസ്റ്റബിൾ ഹീറോയിനെ നോക്കിയിട്ട് അത് കഴിഞ്ഞ് ഇപ്പോ ഹീറോയിനോട് കോൺസ്റ്റബിൾ എന്ന് ചോദിക്കുന്നുണ്ട്, അല്ല മേഡം, എന്തായാലും അത് കൊലപാതകമാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു, പിന്നെ ആ ഒരു മ്യൂസിയത്തിലെ അപൂർവ സാധനം അത് ഫേക്കാണെന്ന് നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, അത് വേറൊന്നല്ല, ഞാൻ ബ്രിട്ടനിലായിരുന്നപ്പോ ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു അപൂർവ സാധനം അതിന്റെ ഷേപ്പ് എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇവിടെ വന്നിട്ട് ആ ഒരു മ്യൂസിയത്തിലെ കാര്യം കണ്ടുപിടിക്കുന്നതിന് എനിക്ക് മനസ്സിലായി അതൊരിക്കലും ഒറിജിനൽ ആയിട്ടുള്ള സാധനം അല്ലാതെ അതിന്റെ ഷേപ്പ് വ്യത്യാസം കണ്ടിട്ടാണ് ഞാൻ അത് ഫേക്ക് ആണെന്ന് കണ്ടുപിടിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ അടുത്ത ദിവസം ഇന്നലെ എല്ലാം നല്ല മഴയായിരുന്നല്ലോ. ഇപ്പൊ ഒരാൾ മീൻ പിടിക്കാനായിട്ട് പുഴയുടെ കരയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഈ കരയിലേക്ക് ഒരു പെട്ടി ഇങ്ങനെ ഒഴുകി വരുന്നത്. ഇത് കണ്ട അയാള് അതിനകത്ത് എന്തോ ഒരു വലിയ കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് ആ ഒരു പെട്ടി വലിച്ച് കരയിലേക്ക് കയറ്റിയിട്ട് ഇപ്പൊ പെട്ടിക്കുള്ളിൽ എന്തായാലും അത് എടുക്കാന്ന് പറഞ്ഞ് ആ ഒരു പെട്ടി എങ്ങനെയെങ്കിലും കുത്തി തുറക്കാണ്. തുറന്ന് നോക്കുമ്പോഴത്തേക്കും ആഹാ, വേറൊന്നുമല്ല, ആ ഒരു സൈക്കോ കൊലയാളി കൊന്ന് പെട്ടിക്കുള്ളിലാക്കി ഒഴുക്കി വിട്ടല്ലോ ആ ഒരു പെൺകുട്ടിയുടെ ശരീരം. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ ഹീറോയിൻ, കോൺസ്റ്റബിള്, അതേപോലെ തന്നെ ലേഡി പോലീസ്. ഓക്കെ, ഇപ്പൊ ആ ഒരു ലേഡി പോലീസിനെ നമുക്ക് എന്തായാലും സൂസി എന്ന് വിളിക്കാം. അങ്ങനെ ഇവര് വന്ന് പരിശോധിക്കുമ്പോഴത്തേക്കും ഈ ഒരു പെട്ടി ഇവിടെ നിന്ന് ഒഴുക്കി വിട്ടതല്ല എന്ന് മനസ്സിലായി. വേറെ എവിടെയോ ഒഴുക്കി വിട്ടിട്ട് ഇവിടേക്ക് വന്ന് കരക്കടിഞ്ഞതാണ്. അതേപോലെ തന്നെ മരിച്ചു കിടക്കുന്ന ആ ഒരു പെണ്ണാണെങ്കിലോ ഏതോ ഒരു ബാറിൽ ഡാൻസറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബോഡി എന്തായാലും ഒട്ടോപ്സിക്ക് കൊടുത്തു കഴിഞ്ഞാലേ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ബോഡി ഒട്ടോപ്സി ചെയ്യാനായിട്ട് കൊടുക്കുന്നതും ഇവിടെ ആ ഒരു പെൺകുട്ടിയുടെ മരണത്തെ പറ്റി ഇവർ ഡിസ്കസ് ചെയ്യാണ്. ഇപ്പൊ ആ ഒരു പെൺകുട്ടി ഒരു ബാറിൽ ഡാൻസറായിട്ട് വർക്ക് ചെയ്യാണല്ലോ, അതുമല്ല കാണാനും സുന്ദരി. അതുകൊണ്ട് തന്നെ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയുടെ പിറകിൽ ഒരുപാട് പേരുണ്ടാവും. അതും ബാറിൽ വരുന്നവരാണെങ്കിൽ കൂടുതലും പണക്കാര്. അങ്ങനെയുള്ള അവളുടെ പിറകെ ചുറ്റി നടന്ന് ഒരുപാട് പേരെ വിളിച്ച് ഇവർ ചോദ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് എന്താണ്, കൊല നടന്ന ആ ഒരു സമയത്ത് ഇവരെല്ലാവരും വേറൊരു സ്ഥലത്തുണ്ടായിരുന്ന ആ ഒരു കാര്യം അവരെല്ലാവരും പറയുന്നുണ്ട്. ഇതിലെല്ലാം ഉപരി ഒരൊറ്റക്കണ്ണനുണ്ട്. അവനാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ആ ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് അവളെ എപ്പോഴും ശല്യം ചെയ്ത് അവളുടെ കയ്യിൽ നിന്ന് പണമെല്ലാം ചോദിച്ചു വാങ്ങുന്നുണ്ടായിരുന്നു. അതുപോലെ ഇവര് രണ്ടുപേരും എപ്പോഴും കണ്ടാലും നല്ല വഴക്കായിരിക്കും. അങ്ങനെയാണെങ്കിലേ ദേഷ്യം കാരണം അവൻ ആ ഒരു പെണ്ണിനെ കൊല്ലാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവനെ ആദ്യം തന്നെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ചോദ്യം ചെയ്യാൻ പറയുന്നതും അതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ഒറ്റക്കണ്ണനെ പോലീസുകാർ ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവല്ലോ, ആ ഒരു കാര്യം നമ്മൾ കാണുന്നത്. അങ്ങനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് എന്താണ് അടിയോ അടി, അമ്മാതിരി അടി. സത്യം പറയടാന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ചൈനീസ് മൂവിയിലൊന്നും ഞാൻ ഇതുപോലെ കുറ്റവാളികളെ അടിച്ച് സത്യം പറയിപ്പിക്കുന്ന ആ ഒരു സീനൊന്നും ഇതിനു മുന്നേ അധികം മൂവീസുകളിൽ ഞാൻ കണ്ടിട്ടില്ല. കൂടുതലും നമ്മുടെ ഇന്ത്യൻ സിനിമകളിലൊക്കെ ആണല്ലോ ഇതുപോലുള്ള സീനുകളൊക്കെ വരുന്നത്. നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ ഇല്ലയെന്നൊന്ന് കമന്റ് ചെയ്തേക്കുക. ഇപ്പൊ പാവം അവൻ പറയുന്നത് എന്താണെന്നറിയോ, സാർ ഞാൻ ഒരിക്കലും അവളെ കൊന്നിട്ടില്ല, എന്നെ കാണാനാണ് ഇതുപോലെ വില്ലൻ ലുക്കല്ല, ഞാൻ ഒരു പാവമാണ്. അതുമല്ല അവളുടെ കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങാൻ കാരണം എന്താണെന്നറിയോ, ഞങ്ങൾ രണ്ടുപേരെ പ്രണയിക്കുമ്പോഴത്തേക്കും അവൾ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം വാങ്ങിയിട്ടുണ്ട്. അതിലിത്തിരിയെങ്കിലും തിരിച്ചു വാങ്ങിയില്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട് അവളോട് പണം ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവളെ കൊന്നിട്ടില്ല എന്ന് അവൻ പലതവണ കരഞ്ഞു വിളിച്ച് പറയുന്നുണ്ടെങ്കിലും പോലീസുകാർ വിടോ ഇല്ല, അവ സത്യം പറയുന്നത് വരെ നിർത്താതെ അടിയാണ്. ഇതേ സമയം സ്റ്റേഷന് വെളിയിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനെ കാണാൻ വേണ്ടി ചാൻ എന്ന് പറഞ്ഞ ആ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവനിപ്പോ പൂവായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും, എടാ ഇത് നോക്ക്, എനിക്ക് എന്തായാലും പ്രണയിക്കാനോ നിന്റെ പിറകെ നടക്കാനോ ഒന്നും സമയമില്ല, അതുകൊണ്ട് പ്ലീസ് നീ ഇങ്ങനെ പിറകെ വരരുതെന്ന് പറയുന്നതും അങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോയിൻ അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു പൂവെല്ലാം വാങ്ങുന്നുണ്ട്. ചാനാണെങ്കിലോ ഓക്കെ ഇത് മതിയെന്നും പറഞ്ഞിട്ട് അവൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം ആദ്യം മരിച്ച ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ ഒരു പെൺകുട്ടിയുടെ ബോഡിയെല്ലാം പരിശോധിച്ചിട്ട് ഒരു ഡോക്ടർ അതിന്റെ റിസൾട്ട് സൂസി എന്ന് പറഞ്ഞ ആ ഒരു ലേഡി പോലീസ് ഉണ്ടല്ലോ അവരോട് പറയാണ്, ഇതുപോലെ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു സൈക്കോ കൊലയാളി ചെയ്ത അതേ കാര്യം തന്നെയാണ്
അവളെ തട്ടിക്കൊണ്ടുപോയിട്ട് ജീവനോടെ ഉള്ളപ്പോൾ തന്നെ അവളുടെ ഹൃദയം കീറി മുറിച്ച് ആ ഒരു ഹൃദയം പുറത്തേക്ക് എടുക്കുമായിരുന്നു. അങ്ങനെ ഹാർട്ട് വെളിയിലേക്ക് എടുത്തതിന് ശേഷമാണ് ഈ ഒരു പെൺകുട്ടി മരിച്ചത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹാർട്ട് വെളിയിൽ എടുത്തതിന് ശേഷം ആ ഒരു പെൺകുട്ടിയുടെ ചെസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, അത് കില്ലർ ഒരു സർജൻ എങ്ങനെയാണ് ഒരാളുടെ ബോഡി കീറി മുറിച്ചതിന് ശേഷം അത് തയ്ച്ചു വെക്കുന്നത്, അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ പെൺകുട്ടിയുടെ ശരീരവും തയ്ച്ചു വെച്ചിട്ടുണ്ട്. തയ്യൽ മാത്രമാണോ അതുപോലെ കറക്റ്റായിട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ അല്ല, ശരീരത്തിനുള്ളിൽ നിന്നും ആ ഒരു ഹാർട്ടും അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതും ഒരു ഡോക്ടർ ചെയ്യുന്നത് പോലെ തന്നെ. അതുപോലെ മറ്റൊരു കാര്യം കൂടി ആ ഒരു കൊലയാളി ചെയ്തിട്ടുണ്ട്. ആ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഹാർട്ട് പുറത്തെടുത്തതിന് ശേഷം ഉള്ളിലുള്ള ഞരമ്പും മറ്റു കാര്യങ്ങളെല്ലാം എങ്ങനെയൊക്കെയോ ചേർത്ത് വെച്ചിട്ട്, അത് ഈ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. പക്ഷെ നമുക്ക് സാധാരണ രീതിയിൽ പറയുവാണെങ്കിൽ ആ പെൺകുട്ടിയെ കുറച്ചു നേരം കൂടി ജീവനോടെ തന്നെ വെക്കാനായിട്ടുള്ള കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുപാട് രക്തം പോകുമ്പോഴത്തേക്ക് എന്തായാലും ആ ഒരു പെൺകുട്ടി ജീവനോടെ ഉണ്ടാവത്തില്ലല്ലോ, അങ്ങനെ തന്നെ മരിച്ചു പോവായിരുന്നു. ഇതെല്ലാം ഈ ഒരു ഡോക്ടർ കണ്ടുപിടിച്ചിട്ടാണ് സൂസിയോട് പറയുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അടുത്തുള്ള ഒരു പെട്ടി ഉണ്ടല്ലോ, ഈ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന പെട്ടി, അത് തുറന്ന് അതിനകത്ത് നിന്ന് നമ്മുടെ ഹീറോയും വെളിയിലേക്ക് ഇറങ്ങി വന്നു. ഷെടാ, ഇതാരടാ പെട്ടിയിലെ ബോധം. ഇപ്പൊ ഡോക്ടറും പെട്ടെന്ന് അത്ഭുതപ്പെട്ട്, അല്ല മേഡം, നിങ്ങൾക്ക് കിടക്കാനായിട്ട് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? ഈ ഒരു ശരീരം കൊണ്ടുവന്ന പെട്ടിയിലാണോ നിങ്ങൾ കിടക്കുന്നത് എന്നെല്ലാം ചോദിച്ചിട്ട് ഡോക്ടർ കുറച്ച് കൂളാകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ഈ മരിച്ച പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് എടുത്ത ബ്ലഡിന്റെ സാമ്പിൾ ഉണ്ടല്ലോ, അത് ഹീറോയിൻ എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് ആ ചോരയ്ക്ക് ഒരു പർപ്പിൾ കളറ്. ഇതെങ്ങനെ ചോരയ്ക്ക് ഇതുപോലെ പർപ്പിൾ കളർ വരും? ഇതെന്തുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങനെ കളർ മാറിയത്? ഇതിനുള്ള റീസൺ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഡോക്ടറിന് അതിന് മറുപടിയില്ല. കാരണം ഈ ഒരു ബ്ലഡ് എന്തായാലും ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് വന്നാലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ കളർ മാറിയതെന്ന് ഇവർക്ക് അറിയാൻ കഴിയുള്ളൂ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഡോക്ടർ പറയുന്നത് ഇത് പരിശോധിക്കാനുള്ള ആ ഒരു എക്യുപ്മെന്റ് നമ്മുടെ നാട്ടിലല്ല, മറ്റൊരു രാജ്യത്ത് നിന്നും ഇവിടേക്ക് കൊണ്ടുവരണം, എന്നാലും ഇത് ടെസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത്. നമ്മുടെ സൂസി പറയും, മേഡം അതിനൊന്നും കുഴപ്പമില്ല, എനിക്കറിയാവുന്ന ഒരു ലാബുണ്ട്, നമുക്ക് അവിടേക്ക് കൊണ്ടുപോയിട്ട് ഇത് പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെയും കൊണ്ട് ആ ഒരു ലാബിലേക്ക് പോവാണ്. അപ്പൊ കാറിലിരിക്കുമ്പോഴത്തേക്കാണ് സൂസി ഹീറോയിനോട് ചോദിക്കുന്നത്, അല്ല മേഡം, ഒരു സംശയം ഉണ്ടായിരുന്നു, നമ്മൾ അവിടെ ഉണ്ടായിരുന്നപ്പോ നിങ്ങൾ എന്തിനാ ആ ഒരു പെട്ടിക്കകത്ത് നിന്ന് ഇറങ്ങി വന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഹീറോയിൻ പറയും, അത് വേറെ ഒന്നല്ല, ആ ഒരു പെട്ടിക്കുള്ളിലെ എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല എന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു ലാബിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഈ ലാബിലുള്ള ആ ഒരാളുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അവൻ ബ്രിട്ടനിലുള്ള ഒരുത്തനാണ്. അതുപോലെ അവന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഈ ചൈനക്കാരിയായിട്ട് ഒരു ലേഡി തന്നെയുണ്ട്. അപ്പൊ ഇവരെ രണ്ടുപേരെ കാണുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിന് ഇവരെ രണ്ടുപേരെ നേരത്തെ തന്നെ അറിയാം. ഹേയ്, നിങ്ങളാണോ എന്ന് ചോദിച്ചിട്ട് ഹീറോയിൻ രണ്ടുപേരോട് സംസാരിക്കുന്നു. ഹീറോയിൻ ബ്രിട്ടനിലാണല്ലോ പഠിച്ചത്, അതുകൊണ്ട് ഈ ഒരു പ്രൊഫസറിനെ ഹീറോയിന് നല്ലതുപോലെ അറിയാം. പിന്നെ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഈ ഒരു ചൈനക്കാരിയെ അറിയാം. അങ്ങനെ ഹീറോയിൻ ആ ഒരു ബ്ലഡ് സാമ്പിള് ആ കണ്ണാടിയുടെ കയ്യിൽ കൊടുക്കുന്നതും അവൻ നേരെ ആ ഒരു ബ്ലഡ് കൊണ്ടുവന്നിട്ട് നല്ലതുപോലെ പരിശോധിച്ച് ഇപ്പോൾ റിസൾട്ടായിട്ട് വന്നിട്ടാണ് ഹീറോയിനോട് പറയുന്നത്, ഞാൻ വിചാരിച്ചതിലും കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഒരു കേസ്. ഒരു സർജറി ചെയ്യുന്നതിന് മുന്നേയും അതേപോലെ തന്നെ സർജറി ചെയ്തതിന് ശേഷവും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സ്കാൽപ്പിളുണ്ട്, അതിനൊരു ചെറിയ കത്തിയാണ് ഈ ശരീരം മുറിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന, അതിനെയാണ് അങ്ങനെ പറയുന്നത്. അതിൽ വേറെ ബാക്ടീരിയയോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്ഇൻഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിക്വിഡ് ഉപയോഗിക്കും. അത് ആ ഒരു കത്തിയിൽ തേക്കും. അത് ഉപയോഗിച്ചിട്ട് കീറി മുറിച്ചത് കൊണ്ടാണ് രക്തത്തിന് ആ ഒരു ലിക്വിഡ് രക്തത്തിലെല്ലാം കലർന്നിട്ട് ഈ ഒരു കളറായിട്ട് മാറിയത്. പക്ഷെ ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരു ഷോപ്പിൽ നിന്നും ഈ ഒരു ഡിസ്ഇൻഫെക്റ്റ് അത് വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ രക്തത്തിന് പർപ്പിൾ കളർ കിട്ടത്തില്ല. ഇപ്പൊ ഇതിന് ഇതുപോലെ പർപ്പിൾ കളറായിട്ട് മാറാൻ കാരണം എന്താണെന്നറിയോ? ആ ഒരു കില്ലർ തന്നെ ഈ ഒരു ഡിസ്ഇൻഫെക്റ്റ് സ്വയം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇതുപോലെ ഈ ഒരു രക്തത്തിന് പർപ്പിൾ കളർ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു സാധാരണ ആളെ കൊണ്ട് ഒരിക്കലും കെമിക്കൽസും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ആ ഒരു ഡിസ്ഇൻഫെക്റ്റ് ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടറിനെ പോലെ തന്നെ അറിവുള്ള ഒരാൾക്ക് മാത്രമേ ഇതെല്ലാം ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുപോലെ ഈ ഒരു പ്രൊഫസർ നമ്മുടെ ഹീറോയിൻ കൊണ്ടുവന്ന ആദ്യം മരിച്ച ആ ഒരു പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങളുടെ ഫോട്ടോ ഉണ്ടല്ലോ, ആ ഒരു ഫോട്ടോ കണ്ടിട്ട് തന്നെ പറയുന്നുണ്ട് എന്താന്ന് വെച്ചാൽ കില്ലർ ആ ഒരു ബോഡി കട്ട് ചെയ്ത രീതി, അത് തിരിച്ച് തയ്യലിട്ട ആ ഒരു രീതി, ഇതെല്ലാം കണ്ടിട്ട് ഇതെന്തായാലും ഒരു ഡോക്ടർ, ഒരു സർജൻ, അയാളെ കൊണ്ട് മാത്രമേ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരു കൊലയാളി ഒരു ഡോക്ടർ ആയിരിക്കണം, അല്ലാതെ നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരാളില്ലേ, അവൻ ഒരിക്കലും ഇതൊന്നും ചെയ്യാനായിട്ട് ഒരു ചാൻസും ഇല്ല. കാരണം ഒരു സാധാരണക്കാരനെ കൊണ്ട് ഒരിക്കലും ഇതുപോലെ ചെയ്യാനേ കഴിയത്തില്ല. ഞാൻ 100% ഉറപ്പിച്ച് പറയാണെന്ന് ഈ ഒരു പ്രൊഫസർ പറയുന്നത്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രൊഫസർ പറയുമ്പോഴത്തേക്കാണ് പ്രൊഫസറിന് പെട്ടെന്ന് ടെൻഷൻ ആവുന്നു, അതേപോലെ തന്നെ തലയെല്ലാം ചുറ്റുന്നത് പോലെ. അപ്പൊ ആ ഒരു അസിസ്റ്റന്റ് വന്നിട്ട് സാർ എന്തുപറ്റി എന്ന് ചോദിച്ച് പ്രൊഫസറിനെ ഒരിടത്തേക്ക് ഇരുത്തുന്നത്. ഇപ്പൊ നമ്മുടെ ഹീറോയിനും സൂസിയും അവിടെ നിന്ന് പോവാണ്. ഓക്കെ, ഞങ്ങൾ പിന്നീട് വന്ന് കാണുന്ന പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നത്. ഇപ്പൊ പോലീസുകാരി പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവനൊരിക്കലും കൊലയാളിയില്ലാന്ന് ഹീറോയിന് മനസ്സിലായി. അതുകൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്കാണ് പാവം ആ ഒരു എക്സ് ബോയ് ഫ്രണ്ടിനെ കോൺസ്റ്റബിളും ചീഫും കൂടി അടിച്ച് അവസാനം അവനെ കൊണ്ട് സത്യം അവൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അവനാണ്
കുറ്റം ചെയ്തതെന്നുള്ള രീതിയിൽ ആ ഒരു പേപ്പറിൽ സൈൻ ചെയ്യാനായിട്ട് വരുന്നതും അതിനു മുന്നേ തന്നെ നമ്മുടെ ഹീറോയും വന്നിട്ട് കാര്യം പറയും. ഇത് കേൾക്കുന്ന ആ ഒരു ചീഫിനാണെങ്കിലോ ഭയങ്കര ദേഷ്യം നമ്മുടെ ഹീറോയിനായിട്ട് ചീഫ് വഴക്കുണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും അവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. എന്താന്ന് വെച്ചാൽ രണ്ടാമതൊരു ബോഡി ഇപ്പൊ ഇവർക്ക് കിട്ടിയതായിട്ട് ഒരു ഇൻഫർമേഷൻ വരുന്നു. അങ്ങനെ എല്ലാവരും ആ ഒരു ലൊക്കേഷനിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് നേരത്തെ സംഭവിച്ചതുപോലെ തന്നെയാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണുമ്പോഴത്തേക്ക് ആ ഒരു കൊലയാളി രണ്ടാമതൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് കൊന്നിരുന്നല്ലോ. ആ പെൺകുട്ടിയുടെ ബോഡിയും അതേപോലെ തന്നെ പെട്ടിക്കുള്ളിലാക്കി വെച്ചിട്ട് മഴയായതുകൊണ്ട് ആ ഒരു പുഴയിൽ ഒഴുക്കിവിടുമായിരുന്നു. അത് ഇപ്പൊ കരക്കഴിഞ്ഞിട്ടാണ് ഇവർക്ക് കിട്ടിയത്. ഇപ്പൊ ആദ്യം കൊന്ന ആ ഒരു പെൺകുട്ടിയുടെ ശരീരവും അതേപോലെ തന്നെ രണ്ടാമത് കൊന്ന ഈ ഒരു പെൺകുട്ടിയുടെ ബോഡിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ രണ്ടാമത് കൊന്ന ഈ ഒരു പെൺകുട്ടിയുടെ ശരീരം കുറേ നേരം ഫ്രീസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മാർക്കിംഗ് എല്ലാം ശരീരത്തിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ രണ്ടാമത്തെ പെൺകുട്ടിയെ അടച്ചു വെച്ചിരുന്ന ആ ഒരു പെട്ടിയുണ്ടല്ലോ, ആ ഒരു പെട്ടിയുടെ വെളിയില് ഒരു ലോഗോ ഉള്ളതായിട്ട് നമ്മുടെ ഹീറോയിൻ നോട്ട് ചെയ്യും. അങ്ങനെ ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പൊ ആ ഒരു ചീഫിനോട് വന്നിട്ട്, സാർ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ എന്തായാലും ഈ ബോഡി നല്ലതുപോലെ പരിശോധിക്കാനുള്ള ആ ഒരു ഫെസിലിറ്റി കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു പ്രൊഫസർ ഉണ്ട്, അവിടേക്ക് നമുക്ക് ബോഡി കൊടുത്തുവിടാം. അപ്പൊ കൂടുതലായിട്ട് ഈ ഒരു ബോഡിയെ പറ്റി അനലൈസ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നും പറഞ്ഞു. ഇപ്പൊ ആ ഒരു ചീഫ് അതിന് പെർമിഷൻ കൊടുക്കുന്നതും അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇപ്പോ 2 കൊലപാതകമാണ് ഒരേ സമയം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അടുത്ത ദിവസത്തെ പത്രത്തിലെ ചൂട് വാർത്തയെന്നും പറഞ്ഞിട്ട് ഒരുത്തൻ തെരുവിലൂടെ തന്നെ നടന്ന ആ ഒരു പത്രം എല്ലാവർക്കും വിൽക്കാണ്. കാരണം ഒരേപോലെ തന്നെ 2 കൊലപാതകവും നടന്നിട്ടുള്ളത് കൊണ്ട് ഇതൊരു സീരിയൽ കില്ലറാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. കാണുന്നത് നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ മേലധികാരികളെല്ലാവരും ഈ ചീഫിനെ വിളിച്ചിട്ട് ഇതുപോലെ ഇത് സാധാരണ രീതിയിൽ വിട്ടുകഴിഞ്ഞാൽ ശരിയാവത്തില്ല, ജനങ്ങളെല്ലാം ആകെ പേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് 5 ദിവസം, വെറും 5 ദിവസം കൊണ്ട് നിങ്ങൾ ഈ ഒരു കേസ് എന്തായാലും പൂർത്തിയാക്കണം എന്ന് മുകളിൽ നിന്നും ആ ഒരു പ്രഷർ വരുന്നതും നമ്മുടെ ചീഫ് ബാക്കിയുള്ള പോലീസുകാരോടും നമ്മുടെ ഹീറോയിനോടും ആ ഒരു കോൺസ്റ്റബിളിനോടും അസിസ്റ്റന്റ് ലേഡി ഉണ്ടല്ലോ അവരോടെല്ലാവരോടും ഈ കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഇവർക്ക് നല്ല പ്രഷറായി. അതുകൊണ്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാലേ, ഇങ്ങനെ ഒരുമിച്ച് പോയി കഴിഞ്ഞാലാണ് ഈ ഒരു കേസ് കുറച്ച് ലേറ്റ് ആവുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് അന്വേഷിക്കണം. ഇപ്പോൾ ഹീറോയിൻ ആ ഒരു കോൺസ്റ്റബിളിനോട് പറയും, ഓക്കെ, രണ്ടാമത്തെ പെൺകുട്ടിയെ അടച്ചിട്ടിരുന്ന ആ ഒരു പെട്ടിയുടെ വിലയിൽ ഞാൻ ഒരു ലോഗോ കണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു പെട്ടി എവിടെയോ നിർമ്മിക്കുന്നുണ്ട്. ആ ഒരു പെട്ടി നിർമ്മിക്കുന്ന സ്ഥലത്തെ ലോഗോയാണിത്. അതെവിടെയാണെന്ന് നീ കണ്ടുപിടിക്കണം. പിന്നെ സൂസി, നീ എന്നോടൊപ്പം വാ, നമുക്ക് രണ്ടുപേർക്ക് നേരെ ആ ഒരു പ്രൊഫസറിന്റെ ലാബിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും സൂസിയും നേരെ ആ ഒരു ലാബിലേക്ക് വരികയാണ്. അവിടെ വരുമ്പോഴത്തേക്കാണ് അടുത്തൊരു ടെസ്റ്റ്. വേറെ ഒന്നുമല്ല, ചാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ സ്നേഹിക്കുന്ന ആ ഒരുത്തനുണ്ടല്ലോ, അവൻ ഇപ്പോ ഡോക്ടറിന്റെ ആ ഒരു കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ നിൽക്കുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇവൻ ഒരു ഡോക്ടറായിരുന്നു. അതുമല്ല, നമ്മുടെ ഹീറോയിൻ വരുമ്പോഴത്തേക്ക് അവന്റെ കയ്യിലും ഒരു സ്കാൽപ്പൽ ഉണ്ടല്ലോ, ആ ഒരു ചെറിയ കത്തി അതിരിപ്പുണ്ട്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല, ഈ ഒരു സ്കാൽപ്പൽ വെച്ചിട്ട് നീ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവൻ പറയും, ഏയ്, ഇത് പ്രൊഫസറിന് വേണ്ടിയിട്ട് മറ്റൊരു രാജ്യത്ത് നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നൊരു സ്കാൽപ്പലാണ്, വെറുതെ എടുത്ത് നോക്കിയതാണെന്ന് പറയും. ഇപ്പൊ കാണാൻ വന്ന പ്രൊഫസറാണെങ്കിലോ ഇവിടെ ഇല്ല. അതുകൊണ്ട് പ്രൊഫസർ വരുന്നത് വരെ അവർ രണ്ടുപേരും അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നു. ഇതേ സമയം നമ്മുടെ കോൺസ്റ്റബിളിനെ കാണിക്കുമ്പോൾ ആ ഒരു പെട്ടിയുടെ സോഴ്സ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനാണല്ലോ പറഞ്ഞു വിട്ടത്. ആ ഒരു കോൺസ്റ്റബിൾ ആണെങ്കിൽ ഇപ്പോൾ വേറൊരുത്തനെ, അതും അയാളുടെ ഒരു സഹായിയാണെന്ന് തോന്നുന്നു, അവന് പണം കൊടുത്തിട്ട് ഇതുപോലെ ആ ഒരു പെട്ടിയുടെ കാര്യം പറഞ്ഞ്, ഇതുപോലെ ഇപ്പോൾ നാട്ടിൽ നടന്ന 2 കൊലപാതകത്തെ പറ്റി നിനക്കറിയാലോ, അതിൽ ആ ഒരു പെട്ടിയിൽ ഒരു ലോഗോ ഉണ്ടായിരുന്നു. അത് വേറെ ആരും അറിയാതെ ഞാൻ നിനക്ക് അയച്ചു തരാം. നീ അത് വെച്ചിട്ട് ഈ പെട്ടി എവിടെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യം കണ്ടുപിടിച്ചിട്ട് എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു സഹായി അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അതേസമയം ഇവിടെ ആ ഒരു ലാബിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊഫസർ ഉണ്ടല്ലോ, അയാൾ ഇപ്പോൾ ലാബിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം കൊല ചെയ്യപ്പെട്ട ആ ഒരു പെൺകുട്ടിയുടെ ശരീരവും രണ്ടാമത്തെ പെൺകുട്ടിയുടെ ശരീരവും ഒരുമിച്ച് തന്നെ അവിടെ കൊണ്ടുവച്ചിട്ട് ഇപ്പൊ ആ ഒരു 2 ബോഡി നല്ലതുപോലെ പരിശോധിച്ചിട്ടാണ് ആ ഒരു പ്രൊഫസർ വരുന്നത്. ഇത് നോക്കൂ മാഡം, എന്റെ ജീവിതത്തിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അത്രയും സ്കില്ലുള്ളൊരു ഡോക്ടറിനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുള്ളത്. 2 പേരെ കൊന്ന രീതിയും ഒരേ രീതി തന്നെയാണ്. 2 പേരും ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെയാണ് അവരുടെ ശരീരം കീറി മുറിച്ച് ഓർഗൻസ് പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. അതുമല്ല, രണ്ടാമത്തെ ഒരു പെൺകുട്ടിയുടെ ശരീരം ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും ആദ്യം കൊന്ന ആ ഒരു പെൺകുട്ടിയെ കൊല്ലുന്നതിന് മുന്നേ തന്നെ രണ്ടാമത്തെ ഒരു പെൺകുട്ടിയെ കൊന്നിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് അവളുടെ ശരീരം ഫ്രീസ് ചെയ്ത് കുറച്ച് നാൾ വെച്ചിരുന്നത്. അതുപോലെ ഇവരെ 2 പേരെ സെക്ഷുവലായിട്ട് ഉപദ്രവിച്ചതുപോലെ പാടോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. കൂടാതെ 2 പേരെയും കൊല്ലുന്നതിന് മുന്നേ അവരുടെ ശരീരത്തെ എന്തോ ഒരു ഡ്രഗും കുത്തിവെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നമുക്ക് അറിയത്തില്ല. ഇവരെ 2 പേരെയും കൊല ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. 2 പേരുടെ ശരീരവും പെട്ടിയിലാക്കി ആ പുഴയിലേക്ക് എറിഞ്ഞതുകൊണ്ട് കുറച്ചുനേരം 2 പേരുടെ ശരീരം വെള്ളത്തിൽ കിടന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ശരീരത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല എന്നും ആ ഡോക്ടർ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് ചെയ്തത് എന്തായാലും ഒരു ഡോക്ടർ ആയിരിക്കണം. കാരണം അതുപോലെയുള്ള ഒരു ഡോക്ടറിന് മാത്രമേ ഇതുപോലെ ഓർഗൻസ് കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ തയ്യലിട്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രൊഫസർ പറഞ്ഞു തീരുമ്പോഴത്തേക്കാണ് ചാനുണ്ടല്ലോ, ഹീറോയിനെ സ്നേഹിക്കുന്നവൻ, അവൻ ഏത് സ്ഥലത്ത് നിന്ന് എന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഹീറോയിനോട് പറയും, ദേ നോക്ക്, നീ ഇതുപോലെ എപ്പോഴും കേസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിറകെ തന്നെ നടക്കരുത്.
നിന്റെ ശരീരം ശ്രദ്ധിക്കണം, നല്ലതുപോലെ ആഹാരം കഴിക്കണം എന്നെല്ലാം ഈ രണ്ട് ശരീരങ്ങളും മുന്നിലിരിക്കുമ്പോൾ തന്നെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ട ഹീറോയിൻ ഓക്കെ ഇനി ഇതിന്റെ കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ സൂസിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം നമ്മുടെ സൈക്കോ കില്ലറിനെ കാണിക്കുമ്പോഴത്തേക്കും അവന്റെ ജോലി വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മൂന്നാമതായിട്ട് ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയിട്ട് അവൾ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അവളുടെ ശരീരത്തിൽ ഒരു ഡ്രഗും കുത്തിവെച്ച് അതേപോലെ തന്നെ ജീവനോടെ ഇരിക്കുമ്പോൾ അവളുടെ ശരീരം കീറി മുറിച്ചിട്ട് അവളുടെ ഉള്ളിലെ ലിവർ പുറത്തേക്ക് എടുക്കുന്നു. അങ്ങനെ എടുക്കുമ്പോൾ എന്താണ്, അധിക നേരം അവൾക്ക് എന്തായാലും ജീവനോടെ നിൽക്കാൻ കഴിയത്തില്ല. ആ ഒരു പെൺകുട്ടിയും അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം നടക്കുന്ന ആ ഒരു സമയത്തിന് നമ്മുടെ ചാനുണ്ടല്ലോ, അവനിപ്പോ ഈ ഒരു മഴയത്ത് പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരികയാണ്. അകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്റെ ചെരുപ്പിൽ പറ്റിയിരുന്ന ചെടിയെല്ലാം താഴെ തന്നെ ചവിട്ടിയാക്കിയിട്ട് ഇപ്പൊ അകത്തേക്ക് കയറി വന്ന് നമ്മുടെ ഹീറോയിനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് നമ്മുടെ ഹീറോയിനോട് സംസാരിക്കാനായിട്ട് വരുന്നതും പെട്ടെന്ന് ഒരു പോലീസുകാരൻ വെളിയിൽ നിന്ന് വന്നിട്ട് മേഡം അടുത്തൊരു പെൺകുട്ടിയുടെ ശരീരം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ചാനിന് എന്തായാലും ഹീറോയിനോട് സംസാരിക്കാൻ പോലും സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഹീറോയിൻ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കും വെളിയിലേക്ക് വന്ന നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് തിരിഞ്ഞൊരു നോട്ടം ചാനിനെ നോക്കുന്നുണ്ട്. അതുമല്ല അവൻ സ്റ്റേഷനിലേക്ക് കയറി വരുമ്പോൾ അവന്റെ ചെരുപ്പിലെ മണ്ണെല്ലാം താഴേക്ക് തട്ടിയിട്ടിരുന്നല്ലോ, അതും ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ചാനിനെയും ഒരു വല്ലാത്ത നോട്ടം നോക്കി. അങ്ങനെ പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ആ മിന്നൽ വെളിച്ചതിലെ ജനാലക്കരികിൽ നിന്നും അവനും നമ്മുടെ ഹീറോയിനെ ഒരു വല്ലാത്ത വില്ലൻ നോട്ടം നോക്കുന്നുണ്ട്. ഓക്കെ എന്തായാലും നിങ്ങൾ എല്ലാവരും ഇവനെന്ന് നോട്ട് ചെയ്തു വെച്ചോ, ചിലപ്പോൾ ആവശ്യം വരും. അങ്ങനെ ഹീറോയിൻ നേരെ ആ ഒരു ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും എല്ലാം അതേപോലെ തന്നെ പഴയതുപോലെ തന്നെയാണ്. ഈ പെൺകുട്ടി ഒരു ബാറിലെ ഡാൻസറാണ്. മറ്റു രണ്ട് പെൺകുട്ടികളുടെ ശരീരം എങ്ങനെയാണോ വെച്ചത് അതേപോലെ തന്നെ പെട്ടിക്കുള്ളിലാക്കിയാണ് ഇവളുടെ ശരീരവും ഒഴുക്കി വിട്ടിട്ടുള്ളത്. ഇവിടെയാണ് നമ്മുടെ ഹീറോയിൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ ഈ ഒരു പെട്ടിയിലാണല്ലോ ശരീരം ഒഴുക്കി വിടുന്നത്. ഇപ്പൊ ഈ ഒരു പുഴയുടെ 7 കിലോമീറ്ററിനുള്ളില് അധികം അങ്ങനെ ബിൽഡിങ്ങോ കാര്യങ്ങളോ താമസമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു 7 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഒരു ചെറിയ പട്ടണം ഉള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു പട്ടണത്തിൽ നിന്നായിരിക്കണം കൊലയാളി ഇതെല്ലാം ചെയ്തിട്ട് ആ ഒരു ബോഡി ഒഴുക്കി വിടുന്നത്. ഓക്കെ അങ്ങനെയാണെങ്കിൽ അത് വെസ്റ്റ് സൈഡിലാണ് എന്ന് മനസ്സിലാക്കിയ ഹീറോയിൻ അവിടെ എവിടെയാണ് ആ ഒരു കൊലയാളി ഉള്ളത് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ എന്തായാലും ആ ഒരു പെട്ടി അടയ്ക്കാൻ പറയുന്നതും ഇവർ ആ ഒരു പെട്ടി അടയ്ക്കാനായിട്ട് വരുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് എന്തോ ഒരു കാര്യം പെട്ടിക്കുള്ളിൽ നോട്ട് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അത് മീനിന്റെ ഒരു സ്കിൻ ഭാഗമാണ്. സ്കിന്നല്ല, നമ്മളിവിടെ ചിദംബരം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതെടുത്തിട്ട് ഇതെങ്ങനെ ഈ ഒരു പെട്ടിക്കുള്ളിൽ വന്നു എന്നാലോചിച്ചിട്ട് ഹീറോയിൻ ഓക്കെ അതെന്തായാലും തെളിവായിട്ട് എടുത്ത് വെച്ചേക്കാന്ന് പറഞ്ഞ് അത് കയ്യിൽ വെച്ചേക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ആ ഒരു കോൺസ്റ്റബിള് ആ സഹായിയായിട്ടുള്ള ഒരുത്തനോട് ആ ഒരു പെട്ടി എവിടെ നിന്നാണ് തയ്യാറാക്കുന്നത് അതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ സഹായി അത് കണ്ടുപിടിച്ചു. ഇപ്പൊ അവൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് ഈ പെട്ടി തയ്യാറാക്കുന്നത് ലീ എന്ന് പറഞ്ഞൊരു ഫാമിലി ഉണ്ട്, അവര് നടത്തുന്ന ഒരു ഷോപ്പിൽ നിന്നാണ്. അതുമല്ല മറ്റൊരു കാര്യം എന്താണെന്നറിയോ, ചാൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ടല്ലോ അവനും ആ ഒരു ഫാമിലിയിലെ അംഗമാണെന്ന് പറയുന്നതും ഇതൊരു വല്ലാത്ത ട്വിസ്റ്റായി പോയി. അപ്പൊ ഇതുകൂടി കേട്ടതും കാണുന്ന നിങ്ങൾക്ക് വന്നല്ലോ ചാനിന് മേളിലൊരു സംശയം. അതേ സംശയം തന്നെയാണ് നമ്മുടെ കോൺസ്റ്റബിളിന് തോന്നുന്നത്. ഇതേ സമയം നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ആ ഒരു പ്രൊഫസർ ഇപ്പോൾ മൂന്നാമത്തെ പെൺകുട്ടിയുടെ ശരീരവും മട്ടോപ്സിയെല്ലാം ചെയ്ത് ഹീറോയിനോട് വന്ന് പറയുന്ന കാര്യം എന്താ വെച്ചാല് നോക്ക് ഈ ഒരു കൊല ചെയ്യുന്നവൻ അവൻ ആരായാലും ഭയങ്കര കൊടൂരനായിട്ടുള്ള ഒരുത്തനാണ്. ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും ഹാർട്ട് മാത്രമല്ല ലങ്സും ചേർത്തിട്ടാണ് റിമൂവ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ പ്രൊഫസർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ കൊലയാളി അവന്റെ കഴിവ് ഓരോ ശരീരത്തിലും അവൻ തെളിയിച്ചിട്ടുണ്ട്. വേറൊന്നല്ല ആ ഒരു സ്കാൽപ്പിൽ വെച്ചിട്ട് ശരീരം കീറി മുറിച്ച് അതേപോലെ തന്നെ തയ്യൽ വിടുമല്ലോ. എത്ര ഹൈറ്റുള്ള ഒരാള് കട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ ഒരു ഷേപ്പിൽ വരുന്നത് എന്നല്ലേ ഈ ഡോക്ടർമാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഈ ശരീരത്തിലെ മുറിവും ആ ഒരു തയ്യലിന്റെ രീതി ഇതെല്ലാം വെച്ചിട്ട് ഏകദേശം ഒരു 185 സെന്റിമീറ്റർ ഹൈറ്റുള്ള ഒരാളായിരിക്കണം ഇത് ചെയ്തത് എന്ന ഒരു പ്രൊഫസർ മനസ്സിലാക്കിയ കാര്യം ഹീറോയിനോട് പറയും. അത് എത്രയും പെർഫെക്റ്റ് ആവണമെന്ന് പറയാൻ കഴിയത്തില്ല, ഏകദേശം കണ്ടുപിടിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പൊ അതുപോലെ ഈ ഹൈറ്റിലുള്ള ഡോക്ടർമാര് ഇതാരൊക്കെയാണെന്നുള്ളൊരു ലിസ്റ്റ് ആ പ്രൊഫസർ തന്നെ നമ്മുടെ ഹീറോയിന് കൊടുക്കുന്നുണ്ട്. അവിടെയാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ്, വേറൊന്നുമല്ല അതിൽ രണ്ടാമതുള്ള ആ ഒരു ഡോക്ടറിന്റെ പേര് ഹീറോയിന്റെ പിറകെ നടക്കുന്ന ചാൻ എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ അവന്റെ പേരാണ്. കാരണം അവനൊരു ഡോക്ടറാണല്ലോ. ഈ പേര് കാണുന്നത് നമ്മുടെ ഹീറോയിൻ ഇന്നലെ രാത്രി നടന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ച് നോക്കാണ്. കാരണം ചാൻ ഇന്നലെ രാത്രി അവളെ കാണാനായിട്ട് വരുമ്പോഴത്തേക്കും അവൻ എവിടെ പോയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം അവൻ സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ അവന്റെ കാലിനടിയിലുള്ള ആ ഒരു മണ്ണെല്ലാം തട്ടിക്കളഞ്ഞിരുന്നു. ഇപ്പോൾ മൂന്നാമത് കൊല്ലപ്പെട്ട ആ ഒരു പെൺകുട്ടി മരിക്കുന്ന ആ ഒരു ടൈം 12 മണി തൊട്ട് 1 മണിക്കുള്ളിലാണ്. ചാൻ സ്റ്റേഷനിലേക്ക് വന്ന സമയമാണെങ്കിലോ ഒരു 3 മണി തൊട്ട് 4 മണി വരെ. അപ്പോൾ ചാനിന് ആ ഒരു പെൺകുട്ടിയെ കൊന്നിട്ട് ഇതേപോലെ പെട്ടിയിലാക്കി ആ ഒരു പെണ്ണിന്റെ ശരീരം മാറിലേക്ക് ഒഴുക്കി വിട്ട് സ്റ്റേഷനിലേക്ക് വരാനായിട്ട് ഏകദേശം 2 മണിക്കൂർ ടൈം മതി. അതുമല്ല സ്റ്റേഷനിൽ നിന്നും നമ്മുടെ ഹീറോയും വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ജനാലയ്ക്കുള്ളിൽ നിന്നും അവനൊരു വില്ലൻ നോട്ടോ നോക്കിയല്ലോ. അതുകൊണ്ട് ചാൻ തന്നെയായിരിക്കും ഇനി കൊലയാളി എന്നുള്ളൊരു സംശയം നമ്മുടെ ഹീറോയിനുണ്ട്. ഇപ്പൊ ആ ഒരു സംശയം മാത്രമേ ഉള്ളൂ, ഇതിനെപ്പറ്റി വേറെ ആരോട് ഹീറോയിൻ അത് പറയുന്നില്ല. ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റബിളിനും അതേ സംശയമുള്ളത് കൊണ്ട് കോൺസ്റ്റബിള് അത് ചീഫിന്റെ ചെവിയിൽ പറയുന്നുണ്ട്. നമ്മുടെ ചാൻ അത് കഴിഞ്ഞിട്ട് എവിടേക്ക് ഒറ്റയ്ക്ക് പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു ഇതെല്ലാം അറിയാൻ വേണ്ടി ആ ഒരു കോൺസ്റ്റബിള് തന്റെ സഹായി ഉണ്ടല്ലോ
അവനെ ചാന്റെ പിറകെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും സൂസിയും നമ്മുടെ പ്രൊഫസർ കൊടുത്ത ആ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, ഓരോ ഡോക്ടർമാര് അവരുടെ അടുത്ത് പോയിട്ട് ഈ കൊല നടന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഓരോരുത്തരായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചിലരാണെങ്കിലോ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അവരെവിടെയായിരുന്നു, എന്താണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം. പക്ഷെ ചിലരാണെങ്കിലോ ഈ മറുപടി പറയാനായിട്ട് തന്നെ പേടിക്കുന്നത് പോലെ. അതിനൊരു കാരണം കൂടിയുണ്ട്, ഇവർ അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലിയിലാണല്ലോ. ഇപ്പൊ അവിടെ ചെന്നിട്ട് പോലീസായിട്ട് ഇവരെ സംശയിക്കുന്ന രീതിയിൽ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ എത്ര കാലഞ്ഞു തിരിഞ്ഞ് ചോദ്യം ചെയ്തിട്ടും ഇവർ അവസാനം ഒന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ എല്ലാവരും ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. കാരണം ദിവസവും കഴിഞ്ഞു പോകുന്നു, കൊലയാളിയെ കണ്ടുപിടിക്കാനും കഴിയുന്നില്ല. എല്ലാവരുടെ ജോലിയും തെറിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോൺസ്റ്റബിൾ ഉൾപ്പെടെ ആകെ ടെൻഷനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, ഇനിയും ഞാൻ മറക്കുന്നില്ല, നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഞാൻ സംശയിക്കുന്ന ഒരേ ഒരാള് അത് ചാനാണെന്ന് ഹീറോയിൻ എല്ലാവരോടും പറയും. ഇപ്പൊ അതേ സമയം നമ്മുടെ ഹീറോയിൻ സംശയിക്കുന്നത് പോലെ തന്നെയാണ്. കാണിക്കുമ്പോൾ രാത്രി ഒരു 1:30 മണി നമ്മുടെ കോൺസ്റ്റബിള് ആ ഒരു സഹായിയെ ചാനിനെ ഫോളോ ചെയ്യാനായിട്ട് പറഞ്ഞു വിട്ടല്ലോ. ആ സഹായി ഇപ്പോൾ ഒരു കാറിൽ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ദേണ്ടടാ അങ്ങനെ പോണു രാത്രി ഇതുപോലെ റെയിൻകോട്ടെല്ലാം ഇട്ടിട്ട് ചാൻ വീട്ടിൽ നിന്നും വെളിയിലേക്ക്. അപ്പൊ അവനെ ഫോളോ ചെയ്ത് പോകാനായിട്ട് നമ്മുടെ സഹായിയെ കൊണ്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് സഹായി ഒരു കാര്യം വിളിച്ച് സ്റ്റേഷനിലേക്ക് പറയുന്നുണ്ട്. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 6 മണിക്കൂർ കഴിഞ്ഞ് കാണിക്കുമ്പോൾ ആഹാ, അടുത്തൊരു ഇൻഫർമേഷൻ വേറൊന്നുമല്ല, 4ാമതായിട്ട് ഒരു പെൺകുട്ടിയുടെ ശരീരം അതേപോലെ തന്നെ ആ ഒരു പുഴയുടെ തീരത്ത് നിന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ മരണസമയം എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും നൈറ്റ് ഒരു 2:30 മണി എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ 1:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ചാൻ ഏകദേശം ഒരു 2:30 മണിക്ക് ഇതുപോലെ 4ാമത്തെ ആ ഒരു പെൺകുട്ടിയെ കൊല്ലാനായിട്ട് നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവൻ തന്നെ ആയിരിക്കണം കൊലയാളി. അതേപോലെ തന്നെ 3ാമത്തെ പെൺകുട്ടിയുടെ ശരീരം കിട്ടിയ ആ ഒരു പെട്ടിയിൽ നിന്നും ഹീറോയിന് ഒരു മീനിന്റെ ചെതമ്പല് കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പൊ 4ാമത്തെ പെൺകുട്ടിയെ കൊണ്ടുവന്ന ആ ഒരു പെട്ടിയിൽ നിന്നും അതേപോലെ തന്നെ മീനിന്റെ ആ ഒരു ചെതമ്പല് ഹീറോയിന് കിട്ടുന്നുണ്ട്. ഇപ്പൊ അതേ സമയം സംഭവ സ്ഥലത്ത് ആ ഒരു പ്രൊഫസർ ഉണ്ടല്ലോ, അയാൾ വരികയാണ്. എന്നിട്ട് ഇവരോട് പറയും, ഇല്ല ഇതുപോലെ 4ാമതൊരു പെൺകുട്ടിയുടെ ശരീരം കിട്ടിയെന്ന് പറഞ്ഞു. അതറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്തായാലും ബോഡി നിങ്ങൾ എന്റെ ലാബിലേക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത്. അതിനു മുന്നേ നേരത്തെ വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നതെന്നും പറഞ്ഞ് ഇപ്പൊ ആ ഒരു പ്രൊഫസർ നല്ലതുപോലെ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രൊഫസർ നല്ലതുപോലെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഈ ബോഡിയിൽ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് നിന്നും ചെറിയൊരു ഇരുമ്പിന്റെ തുണ്ട്, അത് അത്രയും ചെറുതാണ്, അത് മാത്രം കിട്ടുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു പ്രൊഫസറിന് മനസ്സിലാവുന്നത് ഏത് സ്കാൽപ്പിൽ വെച്ചിട്ടാണോ ബോഡി കട്ട് ചെയ്തിട്ടുള്ളത് അതിൽ നിന്നും മുടഞ്ഞു പോയിട്ടുള്ള ഒരു ചെറിയ തുണ്ടാണിത്. ഇപ്പൊ ആ ഒരു പ്രൊഫസർ പറയുന്ന അടുത്തൊരു ടെസ്റ്റ് ഉണ്ട്, ഇതുപോലെയുള്ള സ്കാൽപ്പില് ഇവിടെ അങ്ങനെ കിട്ടത്തില്ല, കാരണം അത് റെയർ ആണ്, ഫോറിനിൽ നിന്നും വേണം ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട്. അതുപോലെ എന്റെ ലാബിലും ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ റീസെന്റ് ആയിട്ട് അത് കാണാനുമില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കും, ഓക്കെ ഡോക്ടർ, അത് അവസാനമായിട്ട് ആരാ യൂസ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് യൂസ് ചെയ്തത് വേറെ ആരുമല്ല ചാനാണെന്ന് ഈ ഒരു ഡോക്ടർ പറയുന്നതും ആടകവും മല പിടിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ നമ്മുടെ ഹീറോയിൻ ആ ഒരു ലാബിലേക്ക് പോകുമ്പോഴത്തേക്കും അതേ സ്കാൽപ്പില് കയ്യിൽ വെച്ചിരുന്ന ആരാണ് ചാൻ. അപ്പൊ ഇത് മതിയല്ലോ, ചാനിനെ തൂക്കണം. അതിനു മുന്നേ തന്നെ ആ ഒരു സഹായി അവന്റെ അടുത്തേക്ക് വന്നിട്ട് രാത്രി വീട്ടിൽ നിന്ന് പോയ ചാൻ പിന്നെ രാവിലെ എപ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, സാർ ഒരു 4:30 രാവിലെ 4:30 ആയപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലേക്ക് വന്നെന്ന് പറയും. അപ്പൊ 1:30 വീട്ടിൽ നിന്ന് പോയിട്ട് 2 മണിക്ക് ആ ഒരു പെണ്ണിനെ കൊന്ന് അത് കഴിഞ്ഞൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവൻ തിരിച്ച് വീട്ടിലേക്കും വന്നു. അങ്ങനെ പോലീസുകാരെല്ലാവരും നേരെ ചാനിനെ പിടിക്കാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ചാനിനെ വീട്ടിൽ കാണുന്നില്ല. അവിടെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം. ഇത്രയും നേരം സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അവന്റെ വീട്ടിൽ വന്ന് പരിശോധിക്കുമ്പോൾ ഏത് സ്കാൽപ്പിൽ നിന്നാണോ അത് പൊട്ടിപ്പോയിട്ട് ആ ഒരു തുണ്ട് നമ്മുടെ ഡോക്ടറിന് കിട്ടിയത് അതേ ആ ഒരു കത്തി ഇപ്പോ ചാനിന്റെ വീട്ടിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നുണ്ട്. അതിൽ രക്തവും പറ്റിയിട്ടുണ്ട്. അങ്ങനെ ചാനിനെ കാണാത്തത് കൊണ്ട് ഓക്കെ, അവനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ആ ഒരു പോസ്റ്റർ വാണ്ടേടെന്നും പറഞ്ഞിട്ട് എല്ലായിടത്തും ഒട്ടിക്കണമെന്നും പറഞ്ഞ് നമ്മുടെ കോൺസ്റ്റബിൾ ഉണ്ടല്ലോ, കോൺസ്റ്റബിൾ ചീഫിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ ആണെങ്കിലോ ഹീറോയിൻ ഇപ്പോഴും ചാനിനെ പറ്റി ആലോചിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവൻ ആ ഒരു സ്റ്റേഷനിലേക്ക് രാത്രിയിൽ വന്നിട്ട് അവന്റെ കാലിലെ മണ്ണ് താഴെ തട്ടിയിട്ടതും ഈ കൊല ചെയ്യാനുള്ള ടൈം, അത് കഴിഞ്ഞ് അവൻ സ്റ്റേഷനിലേക്ക് വരാനുള്ള ആ ഒരു ടൈം, ഇതെല്ലാം ഏകദേശം മാച്ചിങ്ങുമാണ്. ഓക്കെ, ഇനി അവൻ തന്നെയാണ് കൊലയാളിയെന്ന് വിചാരിക്കാം. എന്നാലും അതിനൊരു മോട്ടീവ് ഉണ്ടാവണമല്ലോ. പക്ഷെ ഹീറോയിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഒരു കൊല ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പക്ഷെ ആ ഒരു പ്രൊഫസർ പറഞ്ഞതുപോലെ കില്ലറിന്റെ അതേ ഹൈറ്റ് തന്നെയാണ് ചാനിനും ഉള്ളത്, കൂടാതെ ഒരു ഡോക്ടറും. ഇത്രയും കാര്യങ്ങൾ ഹീറോയിൻ ആകെ കൺഫ്യൂഷനായിട്ട് അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ഇതേ സമയം നമ്മുടെ ചീഫ് ആണെങ്കിലും കുറെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ചാനാണെങ്കിൽ വലിയൊരു പണക്കാര കുടുംബത്തിലെ ഒരുത്തനാണ്. ഇപ്പൊ ഒരു തെളിവില്ലാതെ നേരെ ചാനിനെ പിടിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാല് ഒരുപക്ഷെ അത് തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് അവസാനം ഈ ഒരു ചീഫിന് തന്നെ ആയിരിക്കും അത് പ്രശ്നം. അതുകൊണ്ടാണ് ഇത്രയും നേരം ഒന്നും മിണ്ടാതിരുന്നത്. പക്ഷെ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം ഓക്കെ, എന്തായാലും ആ ഒരു പോസ്റ്റർ ഒട്ടിക്കാന്നും പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ചാനിനെ കണ്ടുപിടിക്കാനായിട്ട് വാണ്ടേടെന്നും പറഞ്ഞ് ആ ഒരു പോസ്റ്റർ എല്ലായിടത്തും ഒട്ടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ കോൺസ്റ്റബിള് ഈ പോസ്റ്റർ കൊണ്ടുവന്നിട്ട് എല്ലാവരുടെയും കാണിച്ചതേ ഈ ഒരാളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും
അവരാരും കണ്ടില്ല എന്ന് പറയുന്നു. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ ഹീറോയിനും സൂസിയും ഇവര് രണ്ടുപേരും ആ ഒരു പെട്ടിക്കകത്ത് നിന്നും ഒരു മീനിന്റെ ചെതമ്പല് കിട്ടിയിരുന്നല്ലോ, അത് കൊണ്ടുവന്നിട്ട് ഇത് ഏത് തരം മീനാണെന്ന് ഓരോരുത്തരെ കാണിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഈ ഒരു ഹോട്ടലിൽ നടത്തുന്നവര്, മീൻ വെട്ടുന്നവര്, മീൻ വിൽക്കുന്നവര്, ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അവരോടാണ് ചോദിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ഒരു ഹോട്ടലിൽ കഴിഞ്ഞിങ്ങനെ പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം ആലോചിക്കുന്നത്. ഇതുപോലെ ചാൻ ഒരു ദിവസം ഹീറോയിനോട് ഇതുപോലെ ഒരു ഹോട്ടലുണ്ടെന്നും അവിടുത്തെ ഫുഡെല്ലാം നല്ലതാണെന്നും പറഞ്ഞിരുന്നു. ആ ഹോട്ടലിന് മുന്നിലൂടെയാണ് ഹീറോയിൻ ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഹീറോയിൻ നേരെ ആ ഒരു ഹോട്ടലിനകത്തേക്ക് ചെന്നിട്ട് ഈ ഒരു മീനിന്റെ ചെതമ്പലെടുത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത്, അതെ അറിയാലോ, ഇത് ഗോൾഡ് വിഷ് എന്ന് പറഞ്ഞൊരു മീനിന്റെ ചെതമ്പലാണ്. ഇതങ്ങനെ റെയർ ആയിട്ട് കിട്ടുന്നൊരു മീനാണ്. അതും ചൈനയിലൊന്നും കിട്ടത്തില്ല, ജപ്പാനിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മീൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്, അവിടുത്തെ 48 നമ്പർ കടയിലാണ് ഈ ഒരു മീൻ ഫ്രീസറിൽ വെച്ചേക്കുന്നത്. അവിടെ ചെന്നാലും നിങ്ങൾക്ക് ഈ ഒരു മീനെ കിട്ടുമെന്ന് പറയുന്നതും. ഇതുകൂടി കേൾക്കുന്നത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ, ഇതിനു മുന്നേ ചാൻ പറഞ്ഞിരുന്നല്ലോ ഈ ഹോട്ടലിൽ ഇതുപോലെ നല്ല ഫുഡ് കിട്ടുമെന്നും ഇതുപോലെ ഒരു മീൻ കിട്ടുമെന്നല്ല. അതിനെ പറ്റിയെല്ലാം ആലോചിച്ചിട്ട് അത് കഴിഞ്ഞ് ഹീറോയിൻ അങ്ങനെ വെളിയിലേക്ക് നമ്മുടെ സൂസിയെ കൊണ്ടുവന്നിട്ടാണ് പറയുന്നത്, സൂസി, നമ്മൾ വിചാരിച്ചതെല്ലാം തെറ്റാണ്, നമ്മൾ അന്വേഷിച്ച് പോകുന്നത് തെറ്റായിട്ടുള്ള വഴിയാണ്. കാരണം എന്താണെന്നറിയോ, നമ്മൾ വിചാരിച്ചതുപോലെ ചാനല്ല ഒരിക്കലും ആ ഒരു കൊലയാളി. യഥാർത്ഥ കൊലയാളി വേറെ ആരോ ആണ്. കാരണം ഞാൻ ബ്രിട്ടനിൽ പഠിക്കാൻ പോയിരുന്ന ആ ഒരു സമയത്ത് അവിടെയും ഇതേ പാറ്റേണിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഞാനാണത് മറന്നുപോയത്. അതുകൊണ്ട് നീ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് പോ, എന്നിട്ട് ബ്രിട്ടൻ പോലീസിനെ കോൾ ചെയ്യ്, എന്നിട്ട് അവിടെയുള്ള ആ ഒരു കേസിനെ പറ്റി ചോദിക്ക്. അവിടെയുള്ള അതേ കൊലയാളിയായിരിക്കണം ഇവിടെയും ഈ ഒരു കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് സൂസിയെ പറഞ്ഞു വിട്ടിട്ട് അവിടെയുള്ള പബ്ലിക് ടെലിഫോൺ ഉണ്ടല്ലോ, അതിൽ നിന്ന് നേരെ സ്റ്റേഷനിലേക്ക് ഹീറോയിൻ വിളിക്കും. എന്നിട്ട് ചീഫിനോട് പറയും, സാർ, നമ്മൾ ചിന്തിച്ചതെല്ലാം തെറ്റായിരുന്നു, നമ്മൾ കണ്ടുപിടിച്ചതുപോലെ ഒരിക്കലും ചാൻ ആയിരിക്കത്തില്ല കൊലയാളി. ഇപ്പൊ എന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ കൊലയാളി ചാനിനെ കടത്തിക്കൊണ്ടുപോയിട്ട് അവനെ ഇപ്പൊ എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കാണ്. എന്റെ ഒരു സംശയം വെച്ചിട്ട് നമ്മൾ ഈ ഒരു പട്ടണം മുഴുവൻ അന്വേഷിച്ചാലും ഒരിക്കലും ചാനിനെ കിട്ടാൻ പോകുന്നില്ല. കാരണം ആ കില്ലർ കൊന്ന പെൺകുട്ടികളുടെ വീട്ടിൽ മാത്രം നമ്മൾ ഒരിക്കലും പോയി അന്വേഷിക്കാൻ പോകുന്നില്ല. അത് ആ ഒരു കൊലയാളിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് അതിലേതോ ഒരു പെൺകുട്ടിയുടെ വീട്ടിലായിരിക്കണം ചാനിനെയും ഇപ്പൊ ആ ഒരു കൊലയാളി കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അവിടേക്ക് ആളെ പറഞ്ഞു വിട്ടിട്ട് എനിക്കെന്തായാലും കില്ലർ ഇപ്പോൾ ഉള്ള ആ ഒരു ലൊക്കേഷൻ എവിടെയാണെന്നുള്ളൊരു ലീഡ് കിട്ടിയിട്ടുണ്ട്, ഞാൻ അവിടേക്ക് പോവാണ്. അതുകൊണ്ട് നിങ്ങളും പെട്ടെന്ന് ആ ഒരു ലൊക്കേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ഹീറോയിൻ 48 നമ്പർ കടയിലെ മീൻ വാങ്ങിക്കാൻ പോകുന്നുള്ള ആ ഒരു കാര്യമുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു കടയിലേക്ക് പോകുന്നുള്ള കാര്യം ഇപ്പൊ ആ ഒരു ലൊക്കേഷൻ ഹീറോയിൻ പറഞ്ഞു കൊടുക്കുന്നതും ഇത്രയും നേരം അതെല്ലാം കറക്റ്റായിട്ട് കേട്ടിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ ഹീറോയിൻ നിൽക്കുന്ന ആ ഒരു ലൊക്കേഷനിൽ ഒരു വണ്ടി പോകുന്നതും അതിന്റെ സൗണ്ട് കാരണം നമ്മുടെ ഹീറോയിൻ പറഞ്ഞ ആ ഒരു ലൊക്കേഷൻ മാത്രം നമ്മുടെ ചീഫിന് മനസ്സിലായില്ല. അങ്ങനെ ഹീറോയിൻ അത് കേട്ടെന്നും പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്ത് ഇപ്പൊ ഹീറോയിൻ ഒറ്റയ്ക്ക് വേറെ ആരും തുണയില്ലാതെ അവൾ ഒറ്റയ്ക്ക് ആ ഒരു 48 നമ്പർ കടയിലേക്ക് പോവാണ്. ഇതേ സമയം പോലീസുകാരാണെങ്കിലോ ഹീറോയിൻ പറഞ്ഞതുപോലെ ആ ഒരു 4 പെൺകുട്ടികളുടെ വീട്ടിൽ അന്വേഷിച്ചിട്ട് അതിലൊരു വീട്ടിലാണ് നമ്മുടെ ചാനിനെ കൊലയാളി അടച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ചാനിനെ അവർ കണ്ടുപിടിക്കുന്നുണ്ട്. അതുപോലെ ചാന്റെ ദേഹത്താണെങ്കിൽ ബോംബെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട്. അങ്ങനെ പോലീസുകാർ വന്നിട്ട് അവനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കാണ്, ആഹാ, യഥാർത്ഥ കൊലയാളി ആരാണെന്ന് ഇപ്പോൾ ഏകദേശം നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. എനിക്കറിയാം, അതെ, നമ്മളെല്ലാവരും സംശയിച്ചതുപോലെ തന്നെ ആ ഒരു ബ്രിട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, ഇവിടെ ചൈനയിൽ ബ്രിട്ടനിൽ നിന്ന് വന്ന ഒരുത്തൻ ആരാണ്, അതും ഡോക്ടറായിട്ടുള്ളത് വേറെ ആരുമല്ല, ആ ഒരു പ്രൊഫസർ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ അറിയാവുന്ന, അവൻ തന്നെയായിരുന്നു യഥാർത്ഥ കൊലയാളി. അപ്പൊ ഈ ഒരു കാര്യം എങ്ങനെയും നമ്മുടെ ചാൻ മനസ്സിലാക്കിയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ചിട്ട് ഈ പ്രൊഫസറിന്റെ ലാബിലേക്ക് ഫോറിനിൽ നിന്നും ഒരുപാട് ടൂൾസും കാര്യങ്ങളെല്ലാം വരിയായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചാൻ ആലോചിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പ്രൊഫസറിന്റെ ലാബിലുള്ള ഒരു റിസർച്ച് പേപ്പർ അതെടുത്ത് വായിച്ചു നോക്കുമ്പോഴത്തേക്കാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, അതിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഒരുപാട് പെൺകുട്ടികൾ മരിച്ച് അവരുടെ ശരീരമെല്ലാം ഈ ഒരു പ്രൊഫസറിന്റെ ലാബിലേക്ക് തന്നെ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ പ്രൊഫസറിന്റെ ആ ഒരു റിസർച്ച് പേപ്പറും ലാബിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പെൺകുട്ടികളുടെ ശരീരത്തിലുള്ള മാർക്കും ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ മാച്ച് ആവുന്നുണ്ട്. പക്ഷെ ഇത് വെച്ച് മാത്രം ഈ ഒരു പ്രൊഫസറാണ് ചെയ്തതെന്ന് ചാനിന് കണ്ടുപിടിക്കാൻ കഴിയത്തില്ലല്ലോ. അങ്ങനെ ചാൻ തന്നെ സംശയിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മുടെ പ്രൊഫസറിന് മനസ്സിലായി. അതുകൊണ്ടാണ് ചാനിനെ തന്നെ ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടി പ്രൊഫസറായിട്ട് ഓരോ ലീഡുകളായിട്ട് നമ്മുടെ ചാനിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രൊഫസറായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുമായിരുന്നു. ചാനിന്റെ വീട്ടിലെ രക്തം പറ്റി ആ ഒരു കത്തി വെച്ചതും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത് നമ്മുടെ പ്രൊഫസർ തന്നെയാണ് ചാനിനെ കൊലയാളിയാക്കാൻ വേണ്ടി. അതേപോലെ ചാനിന്റെ ദേഹത്ത് ആ ഒരു ബോംബെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവനെ കൊല്ലാൻ പ്ലാൻ ചെയ്തതും ഇപ്പൊ ചാൻ മരിച്ചു കഴിഞ്ഞാൽ പോലീസ് സംശയിക്കുന്നത് ചാനിനെയാണ്. അതുകൊണ്ട് അവൻ മരിച്ചു കഴിഞ്ഞാൽ കുറ്റം മുഴുവൻ അവന്റെ മുകളിലായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പൊ എന്തായാലും നമ്മുടെ ചാനിനെ രക്ഷിക്കാൻ വേണ്ടി ബോംബ് സ്ക്വാഡെല്ലാം വന്നിട്ട് ആ ഒരു ബോംബ് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ 48 നമ്പർ കടയിലേക്ക് ഹീറോയിൻ ഇപ്പോൾ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ആ ഒരു പ്രൊഫസറിന്റെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ ചൈനക്കാരി, അവളെ തന്നെ കെട്ടിയിട്ടേക്കാണ്. ഇപ്പൊ അവളെ തന്നെ കൊല്ലുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്.
ഇപ്പോൾ ഹീറോയിൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രൊഫസർ പുറകിലൂടെ ഒരു കമ്പും കൊണ്ടുവന്നിട്ട് ഹീറോയിന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി ഹീറോയിന്റെ ബോധം പോകുന്നതും അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ അവിടെ കെട്ടി തൂക്കിയിട്ടേക്കാണ്. എന്നിട്ട് അവളുടെ മുന്നിലേക്ക് വരുന്നു. ഇതേ സമയം നമ്മുടെ ചീഫിനും പോലീസുകാർക്കും ഹീറോയിൻ എവിടേക്കാണ് പോയത് എന്നുള്ള ആ ഒരു കാര്യം വ്യക്തമായിട്ട് അറിയത്തില്ലല്ലോ. കാരണം അവൾ പറയുന്ന സമയത്ത് അത് വ്യക്തമായിട്ട് കേൾക്കുകയും ചെയ്തില്ല. അതുകൊണ്ട് ചീഫിന് അറിയാവുന്നത് ഹീറോയിൻ പറയുമ്പോഴത്തേക്കും ആ ഗോൾഡ് വിഷ് ഉണ്ടല്ലോ, ആ പേര് മാത്രമേ നമ്മുടെ ചീഫ് കേട്ടിരുന്നുള്ളൂ. ഇതിനെപ്പറ്റി കോൺസ്റ്റബിളിനോട് പറയുമ്പോഴത്തേക്കാണ് കോൺസ്റ്റബിൾ ഈ കാര്യം ചാനിനോട് പറയുന്നത്. ഇത് കേൾക്കുന്ന ചാൻ പറയും, ഹേയ് ഇതെനിക്കറിയാം, ഈ ഫിഷിനെ പറ്റിയും അത് കിട്ടുന്ന ഹോട്ടലിനെ പറ്റിയും ഞാനാണ് അവളോട് പറഞ്ഞത്. അതുപോലെ ഒരു ദിവസം ആ ഒരു ഹോട്ടലിലേക്ക് പോയപ്പോൾ ഈ ഫിഷ് കിട്ടുന്ന ആ ഒരു സ്ഥലം എവിടെയാണെന്ന് ആ ഹോട്ടലിലെ ലേഡി എന്നോട് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അവിടേക്കായിരിക്കാം ഹീറോയി പോയിട്ടുള്ളത് എന്ന് ചാൻ പറയുന്നതും ആ ലൊക്കേഷൻ മനസ്സിലാക്കി പോലീസുകാരെല്ലാവരും ഇപ്പൊ അവിടേക്ക് പോകുന്നു. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ ആ ഒരു കൊലയാളി ഉണ്ടല്ലോ, സൈക്കോ കില്ലർ, ഇനിയിപ്പോൾ അവനെ ഡോക്ടർ എന്നൊന്നും വിളിക്കേണ്ട, സൈക്കോ കില്ലർ തന്നെ, അവനോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ നീ ഇതെല്ലാം ചെയ്യാനുള്ള കാരണം എന്താണെന്നാണ്. അപ്പൊ അവൻ പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇവരൊന്നും ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, കാരണം അവർ ചെയ്യുന്ന ജോലി എന്താണെന്ന് തന്നെ നിനക്കറിയാലോ. അതുകൊണ്ട് ഈ ജനങ്ങൾ ആരും അവർക്ക് ഒരു വിലയും കൊടുക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഇവരെ കൊന്നു കഴിഞ്ഞിട്ട് അവർ ചെയ്യുന്നൊരു ത്യാഗമുണ്ട്, അത് നാളെ ലോകത്തിലുള്ള എല്ലാവരും മനസ്സിലാക്കും. അതിനുവേണ്ടിയാണ് ഞാൻ അവരെ എല്ലാവരെയും കൊന്നത്. സത്യത്തിൽ അവരൊരിക്കലും മരിച്ചിട്ടില്ല, അവർ ത്യാഗമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹീറോയിന് മനസ്സിലാവുന്നില്ല, ഇവ കുറെ നേരമായിട്ട് ത്യാഗം എന്ന് പറയുന്നു. ആ രീതിയിൽ അത് എന്താണെന്ന് ഹീറോയിന്റെ ഫേസ് മാറുമ്പോഴത്തേക്കും അവൻ പറയും, അതെ ഞാൻ അവരെ ആരെയും കൊന്നിട്ടില്ല, അവരെ വെച്ചിട്ട് ഈ ഒരു ലോകത്ത് പുതിയൊരു മാറ്റം ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു സൈക്കോ കൊലയാളി അവൻ ചെയ്യാൻ പോകുന്ന ആ ഒരു റിസർച്ച് എന്താണെന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഓർഗൻസും, അത് ഹൃദയമോ വൃക്കയോ എന്തോ ആവട്ടെ, അതിലേതെങ്കിലും ഒന്ന് പ്രവർത്തിക്കാതെ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ഭയങ്കര ദോഷമായിരിക്കും, മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ പോവേണ്ടി വരും. ഇപ്പൊ ഈ ഒരു കില്ലറിന്റെ റിസർച്ച് എന്താണെന്ന് വെച്ചാൽ, ശരീരത്തിൽ നിന്നും ഹാർട്ട് എടുത്താലും ആ ശരീരം അപ്പോഴും വർക്കാവണം. അതിനു വേണ്ടിയിട്ടുള്ള റിസർച്ചാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവൻ തന്നെ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ട് അത് കൊല്ലാൻ പോകുന്ന ആ ഒരു പെൺകുട്ടികളുടെ ശരീരത്തിലേക്ക് കുത്തിവെച്ച് അവരുടെ ശരീരത്തിൽ നിന്ന് ഹാർട്ട് പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്കും അവർ ജീവനോട് തന്നെ അപ്പോഴും ഇരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മാത്രമല്ല, അവൻ ബ്രിട്ടനിലുണ്ടായിരുന്നപ്പോഴും ഇതേപോലെ തന്നെ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഈ റിസർച്ചിൽ ആള് മരിച്ചതല്ലാതെ അവന്റെ റിസർച്ച് ഒരിക്കലും സക്സസ് ആയിട്ടില്ല. അതുകൊണ്ടാണ് അവൻ അവിടെ നിന്ന് ഇവിടേക്ക് വന്നിട്ട്, അതും ചൈനയിലേക്ക് വന്ന് ഇവിടെയുള്ള പെൺകുട്ടികളെ എല്ലാവരും തട്ടിക്കൊണ്ടുപോയിട്ട്, അതും ഈ സമൂഹത്തിൽ ആരും അംഗീകരിക്കാത്ത അല്ലെങ്കിൽ ഓർക്കാത്ത സ്ത്രീകളുണ്ടല്ലോ, അതുപോലെയുള്ള സ്ത്രീകളെ മാത്രം തട്ടിക്കൊണ്ടുവന്നിട്ട് ഇവൻ കൊല്ലുന്നത്. അവന്റെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുന്നതല്ല, റിസർച്ച് ചെയ്യുന്നത്. എന്നിട്ട് അതിനെല്ലാം ന്യായീകരിക്കാൻ കൂടി ചെയ്യുന്നത് കേൾക്കുമ്പോഴത്തേക്കാണ് ദേഷ്യം വരുന്നത്. ഇപ്പോൾ ഹീറോയിൻ പറയും, ശരി നീ പറയുന്നത് പോലെ ആ ബാറിൽ ഡാൻസ് കളിക്കുന്ന പെൺകുട്ടികളെ വേറെ ആരും എന്തായാലും അംഗീകരിക്കത്തില്ല, പക്ഷെ നിന്റെ അസിസ്റ്റന്റ് അവളെന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, ഓ അപ്പോൾ നിനക്കറിയത്തില്ലല്ലേ, അവൾ എന്നോടെ അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്തിട്ട് രാത്രിയിൽ ബാറിൽ ഡാൻസ് കളിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ജോലിയാണ് അവൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ കൂടെ നിന്നിട്ട് ഇതുപോലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടോ? ഒരിക്കലുമില്ല. ശരി, എന്തായാലും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന ചാൻ എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവൻ എന്തായാലും യഥാർത്ഥ കൊലയാളിയാണെന്ന് എല്ലാവരും വിശ്വസിച്ചോളും. ഇപ്പൊ അവനെ രക്ഷിക്കാൻ ശ്രമിച്ചാലും കാര്യമില്ല, അവന്റെ ദേഹത്തുള്ള ആ ഒരു ബോംബ് പൊട്ടിയിട്ട് അവനെ രക്ഷിക്കാൻ പോകുന്ന പോലീസുകാർ ഉൾപ്പെടെ എല്ലാവരും മരിക്കും. അതോടെ എന്റെ കാര്യം ക്ലിയർ ആവും. എനിക്ക് ചെയ്യേണ്ട ആ ഒരു റിസർച്ച് എനിക്ക് വീണ്ടും ചെയ്യാൻ കഴിയും. ഓക്കെ, ഇവിടെ ഒരു കാര്യം പറഞ്ഞില്ല, നമ്മുടെ ഹീറോയിൻ എങ്ങനെയാണ് ഈ മീനിന്റെ ചെതമ്പൽ വെച്ച് ഈ വിരലിനെ കണ്ടുപിടിച്ചെന്നല്ലേ? ഈ ഒരു മീനിനെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, 48 നമ്പർ ഈ ഒരു ഷോപ്പ്, ആ ഷോപ്പിനകത്താണ് ഈ മീനിനെ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു വലിയ തടിപ്പെട്ടിയുള്ളത്. അതേ പെട്ടിയിലാണ് ഈ ഒരു സൈക്കോ ഈ പെൺകുട്ടികളെല്ലാവരെയും കൊന്നിട്ട് ആ പുഴയിലേക്ക് ഒഴുക്കി വിടുന്നത്. അതുകൊണ്ടാണ് ആ ഒരു മീനിന്റെ ചെതമല് ഈ പെട്ടിക്കുള്ളിലായത്. അതന്വേഷിച്ചാണ് നമ്മുടെ ഹീറോയും വന്ന അവസാനം സൈക്കോയെ കണ്ടുപിടിച്ചതും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ കൊല്ലാനായിട്ട് വരുമ്പോഴത്തേക്കാണ് പിറകിൽ നിന്ന് ചാടിക്കൊണ്ട് ഇതുപോലെ നമ്മുടെ ചാനുണ്ടല്ലോ, അവനിപ്പോൾ ഇവിടേക്ക് വരുന്നു. എന്നിട്ട് ഈ ഒരു സൈക്കോയെ ഇടിച്ച് താഴെക്കിട്ട് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനിനെയും പോലീസുകാരെ രക്ഷപ്പെടുത്തിയും തോന്നുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു അസിസ്റ്റന്റ് ആയിട്ടുള്ള ചൈനക്കാരി ഉണ്ടല്ലോ, അവളിപ്പോൾ കണ്ണു തുറന്നിട്ട് അവള് നേരെ വന്ന് നമ്മുടെ ഹീറോയിന്റെ ആ ഒരു കെട്ടഴിച്ച് ഹീറോയിനെ രക്ഷപ്പെടുത്തും. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ വെറുതെ ഇരിക്കോ, അവൾക്ക് നല്ലതുപോലെ കരാട്ടയും കാര്യങ്ങളൊക്കെ അറിയാലോ. അതുകൊണ്ട് നമ്മുടെ ഹീറോയിനും ചാനും കൂടി ചേർന്നിട്ട് രണ്ടുപേരും ഈ ഒരു സൈക്കോയെ ഇടിക്കാത്ത ഇടിയൊന്നുമില്ല, ഇടിച്ചിടിച്ച അവസാനം അവരൊരു ഒറ്റ ചവിട്ട് പറന്നുപോയി താഴെ വന്ന് വീഴുന്നത്. ഈ സൈക്കോയുടെ തലയിൽ ഷാർപ്പായിട്ടുള്ളൊരു കാര്യം തറച്ചു കയറിയിട്ട് സൈക്കോ അവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ണു തുറക്കാണ്. ഇപ്പൊ അങ്ങനെ കണ്ണു തുറക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ്, വേറെ ഒന്നല്ല. ഈ കില്ലർ കൊന്ന ആ ഒരു പെൺകുട്ടികളെല്ലാം കൊലയാളി അവനല്ല അല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ അലറി വിളിക്കുന്ന ആ ഒരു ശബ്ദത്തോടെ ആ ഒരു സ്വപ്നം കണ്ടിട്ടാണ് ഹീറോയിൻ ഞെട്ടി എഴുന്നേൽക്കുന്നത്. അങ്ങനെ ആ ഒരു കാര്യം ആലോചിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു അസിസ്റ്റന്റ് ലേഡി ഉണ്ടല്ലോ, അവളിപ്പോൾ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോഴാണ് ഹീറോയിൻ അവളോട് പറയുന്നത്,
അത് ഞാൻ ഒരു സ്വപ്നം കണ്ടു. അതിലെ ആ ഒരു ഡോക്ടർ കൊന്ന പെൺകുട്ടികളെല്ലാവരും. അതിലാണ് എനിക്കൊരു സംശയം. എന്തായാലും ഈ ഒരു കൊലയാളി, ഈ കില്ലർ, അവനെ സഹായിക്കേണ്ട ഒരാൾ കൂടി അവന്റെ കൂടെ ഉണ്ടാവും. അതും ഈ ഒരു ബാറിൽ ഡാൻസ് കളിക്കുന്ന ആ ഒരു പെൺകുട്ടിയോട് പ്രത്യേക ദേഷ്യമുള്ള ഒരു ആള്. കാരണം തനിക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയുന്നില്ല. ഇതുപോലെ ബാറിൽ ഡാൻസ് കളിച്ചിട്ട് പണക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കാനായിട്ട് തനിക്ക് കഴിയുന്നില്ല. മറ്റുള്ളവരത് ചെയ്യുന്നത് കൊണ്ട്, അവരോടുള്ള ആ ഒരു അസൂയ കൊണ്ട് ഈ പെൺകുട്ടികളെ കൊല്ലാനായിട്ട് ഈ കില്ലറിനെ സഹായിക്കുന്ന ഒരാള്. അതുകൊണ്ട് ആ ഒരു കില്ലറിനെ ഇതുപോലെ പെൺകുട്ടികളെ കാണിച്ചു കൊടുക്കുന്നതും, ഇതുപോലെയുള്ള പെൺകുട്ടികളെ കൊന്നു കഴിഞ്ഞാല് ആരും അത് ചോദിക്കാൻ പോകുന്നില്ല എന്നെല്ലാം ആ ഒരു കൊലയാളിക്ക് തന്നെ നിർദ്ദേശങ്ങൾ കൊടുത്ത് ഈ പെൺകുട്ടികളെ ചൂസ് ചെയ്ത് ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ടായിരിക്കണം അതുപോലെ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയിട്ട് ഈ രീതിയിൽ കൊല്ലുന്നത്. അത് ഉറപ്പിച്ചു പറയാൻ കാരണം എന്താണെന്നറിയോ? അവരുടെ ശരീരത്തിലെ ഉണ്ടായിരുന്ന ആ ഒരു മുറിവുകള് അത് പോട്ടെ, പക്ഷെ അവരുടെ തലയിലേറ്റുള്ള ആ ഒരു അടി, അത് 155 സെന്റിമീറ്റർ ഉള്ള ഒരാള് അടിച്ചതുപോലെ ഒരിക്കലും തോന്നത്തില്ല. അവനേക്കാൾ ഹൈറ്റ് കുറഞ്ഞ ഒരാൾ അടിച്ചതുപോലെയാണ് തോന്നുന്നത്. ഇങ്ങനെ ഈ ഒരു സംശയങ്ങളെല്ലാം നമ്മുടെ ഹീറോയും പറയുമ്പോഴത്തേക്കും ആ ഒരു ചൈനക്കാരി പറയും, ഇല്ല, അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല മാഡം, ഇതെല്ലാം നിങ്ങളുടെ വെറും സ്വപ്നമല്ലേ, അത് വെറും സ്വപ്നമായിട്ട് തന്നെ പോട്ടെ, വെറുതെ ചിന്തിച്ചിനി കൂട്ടണ്ട, നിങ്ങൾ എന്തായാലും റെസ്റ്റ് എടുക്കുന്നെന്ന് പറഞ്ഞിട്ട് ചൈനക്കാരി വെളിയിലേക്ക് പോകുന്നു. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചാനുണ്ടല്ലോ, അവനിപ്പോ പൂക്കളമായിട്ട് ഹീറോയിനെ കാണാൻ വേണ്ടി അകത്തേക്ക് വരികയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയിനോട് വന്ന് നല്ലതുപോലെ സംസാരിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇവിടെയാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ്. നമ്മുടെ ഹീറോയിൻ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം അത് ഏകദേശം ശരി തന്നെയായിരുന്നു. കാരണം ആ ഒരു പ്രൊഫസറിനെ, ആ ഒരു കൊലയാളിയെ സഹായിച്ച ആ ഒരു സഹായി വേറെ ആരുമല്ല, ഈ ഒരു അസിസ്റ്റന്റ് ആയിട്ടുള്ള ചൈനക്കാരി തന്നെയാണ്. കാരണം ഇവളും ഒരു ബാറിലെ ഡാൻസറായിട്ട് തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. പക്ഷെ അതേ ബാറിലെ മറ്റുള്ള പെൺകുട്ടികൾ നല്ലതുപോലെ ഡാൻസ് എല്ലാം ചെയ്തിട്ട് അവിടെയുള്ള പണക്കാരെ വശീകരിച്ച് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നത്, ഈ ഒരു കാര്യമെല്ലാം ഇവൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇവൾക്ക് ചെയ്യാൻ കഴിയാത്തത് വേറെ ഏതൊക്കെ പെണ്ണുങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരെ എല്ലാവരെയും സെലക്ട് ചെയ്ത് ഈ ഒരു കൊലയാളിക്ക് കൊല്ലാനായിട്ട് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവൾക്കും കാര്യം നടക്കും, അതേപോലെ തന്നെ ആ ഒരു കൊലയാളിക്കും അവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. അതുകൊണ്ട് ഇവള് തന്നെയാണ് ആ ഒരു പെൺകുട്ടികളുടെ തലയിലടിച്ചിട്ട് അവരെ എല്ലാവരെയും നമ്മുടെ കില്ലറിന്റെ അടുത്തേക്ക് കൊണ്ടാക്കുന്നതും. പക്ഷെ അവസാനം ആ ഒരു കില്ലർ ഇവളെ തന്നെ കൊല്ലുമെന്ന് ഒരിക്കലും അവള് വിചാരിച്ചിരുന്നില്ല. അതുമല്ല, ആ ഒരു ഫൈറ്റിനിടയില് ഇവള് കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഈ ഒരു കില്ലർ പിടിക്കപ്പെട്ട് കഴിഞ്ഞാല് ആ കില്ലർ എന്തായാലും ഇവളുടെ പേരും പറയും. അതുകൊണ്ട് ഇവളും പെടും. അതുകൊണ്ടാണ് ഈ ഒരു ചൈനക്കാരി കില്ലറിനെ കൊല്ലാൻ വേണ്ടി നമ്മുടെ ചാൻ ആ ഒരു കില്ലറിനെ ചാടി ചവിട്ടുമ്പോഴത്തേക്കും അവൻ തെറിച്ചു വരുന്ന സമയത്ത് അവന്റെ തലയിൽ ആ ഒരു ഷാർപ്പായിട്ടുള്ള കാര്യം ഇറങ്ങാൻ വേണ്ടി ഈ ചൈനക്കാരി തന്നെയാണ് അടുത്തുള്ള ആ ഒരു ഷാർപ്പായിട്ടുള്ള കാര്യം തള്ളി അത് കാലുകൊണ്ട് തട്ടിയിട്ട് അവന്റെ തലയുടെ അടുത്തേക്ക് ഇട്ടു കൊടുക്കുന്നത്. അതിൽ വീണിട്ടാണ് ആ ഒരു കില്ലർ മരിക്കുന്നത്. ഇപ്പൊ അവസാനം നമ്മുടെ ഹീറോയിൻ അവൾ സ്വപ്നം കണ്ട ആ ഒരു കാര്യവും സംശയമുള്ള കാര്യവും ഇവളോട് പറഞ്ഞപ്പോഴത്തേക്കും അത് വെറും സ്വപ്നമല്ലേ മാഡം, അതൊക്കെ വിട്ടേക്കെന്നും പറഞ്ഞ് വെളിയിലേക്ക് വന്ന നമ്മുടെ ചൈനക്കാരി ഒരു വലിയ ലുക്ക് അങ്ങനെ നോക്കുന്നുണ്ട്. ഇതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ ഇത്രയായിട്ടും ഇവളെ മാത്രം പിടിക്കാൻ കഴിഞ്ഞില്ല. ഇനി അവൾ ഇതുപോലെ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കും അറിയത്തുമില്ല. അതോടെ ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിച്ചു. എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്തേക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ചാനൽ പണ്ട് മുതലേ കാണുന്നവർക്ക് അറിയാം, ഞാൻ ഈ ഒരു മൂവി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സാധാരണ ചാനലുകൾ ചെയ്യുന്നതിലും കൂടുതലായിട്ട് കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മാത്രമേ പതിയെ കഥ പറഞ്ഞു പോകത്തുള്ളൂ. അതിൻ്റെ ഒരു ശൈലിയാണ്. അപ്പോൾ ആ ഒരു ലെങ്ത് ഇഷ്ടപ്പെടുന്നവരാണ് ഈ ചാനൽ കാണുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങളുടെ സമയം അനുസരിച്ച് പതിയെ കണ്ടു തീർത്താലും മതി. ഇനിയിപ്പോൾ അങ്ങനെ കാണാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഇതേ സിനിമകൾ മറ്റ് ചാനലുകളിലും ചിലപ്പോൾ ചെയ്യുമായിരിക്കും, ഇതിലും ലെങ്ത് കുറച്ചെല്ലാം. അവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എന്തായാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മൂവീസ് ലെങ്ത് കുറച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പക്ഷെ നല്ല മൂവിയാണെങ്കിൽ ഞാൻ കുറച്ച് ലെങ്ത് കൂട്ടിയേ പറയത്തുള്ളൂ. അതൊന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചതന്നേ ഉള്ളൂ. കാരണം ചിലർ വന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല, പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ്. ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അവസാനം ഇതുപോലെ പറയാം. എല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ എന്തായാലും പറയുന്നില്ല. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.